ടിപ്സ് യൂണിറ്റിലെ ഡേറ്റ വെയർഹൗസിലെ ട്രെൻഡ്സുകളാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ഡേറ്റ വെയർഹൗസ് ഓട്ടോമേഷൻ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കില്ലേ അതൊന്ന് പെൻഡിങ് വരുത്തിയായിരുന്നു ഇന്നലെ. അത് തൊട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡേറ്റ വെയർഹൗസ് ഓട്ടോമേഷൻ, അതായത് ഡേറ്റ വെയർഹൗസ് എന്തിനാണ് ഓട്ടോമേഷൻ പ്രോസസ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അതായത് the latest trend is towards data warehouse automation. It deals with the accelerating and automating the data warehouse life cycle from conceptualization to implementation. അതായത് ന്യൂ ട്രെൻഡ് ആണിത്. ഡേറ്റ വെയർഹൗസിന്റെ ഒരു ന്യൂ ട്രെൻഡ് ആണ് ഡേറ്റ വെയർഹൗസ് ഓട്ടോമേഷൻ. ചില എന്റർപ്രൈസസുകളിൽ ഇപ്പോൾ some enterprises may technically perceive it as automation beginning from analysis of source system right up to testing and documentation process. ചില എന്റർപ്രൈസസുകളിൽ ടെക്നിക്കലി ഓട്ടോമേഷൻ യൂസ് ചെയ്ത് ബിഗിനിങ് മുതൽ ടെസ്റ്റിംഗ് വരെ ഡോക്യുമെന്റേഷൻ പ്രോസസ് നടത്താറുണ്ട്. അതായത് അതിന്റെ ഒരു ന്യൂ ട്രെൻഡാണ്. നമ്മൾ ഇത്രയും നാളും ഇങ്ങനെ ഒരു ട്രെൻഡിനെ കുറിച്ച് പറഞ്ഞില്ല. ഓട്ടോമേഷൻ പ്രോസസ് അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു വെയർഹൗസിലെ ഡേറ്റ ബിഗിനിങ് മുതൽ ടെസ്റ്റിംഗ് വരെ ഡോക്യുമെന്റേഷൻ എല്ലാ പ്രോസസ്സും ഓട്ടോമേഷൻ പ്രോസസ് വെച്ച് നടത്താമെന്നാണ് പുതിയൊരു ഫീച്ചറായിട്ട് പറയുന്നത്. അപ്പൊ ഡേറ്റ വെയർഹൗസിന്റെ മച്യൂരിറ്റിയെ കുറിച്ച് ഓട്ടോമേഷൻ പ്രോസസ് റിക്വയർസ് കെയർഫുൾ തോട്ട് ഫോർ ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിംഗ് റൈറ്റ് ടൂൾസ് that can drastically improve savings on cost and time at a fraction of TCO of data warehouses. അതായത് ടോട്ടൽ കോസ്റ്റ് ഓണർഷിപ്പ് ഒക്കെ നമുക്ക് നോക്കിക്കൊണ്ട് ഓട്ടോമേഷൻ പ്രോസസ്സിന്റെ നമുക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഡേറ്റ വെയർഹൗസിന്റെ ഓട്ടോമേഷൻ പ്രോസസ്സുകൾ ഈ ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഓട്ടോമേഷൻ പ്രോസസ്സുകളൊക്കെ കൊണ്ടുപോകാനാണ് പറയുന്നത്. അതായത് ഇവിടെ അതിന്റെ ഒരു തിയറി വശം പറയുന്നത് ഇതിന്റെ പല മച്യൂരിറ്റി സ്റ്റേജസ് പറയുന്നുണ്ട്. മച്യൂരിറ്റി സ്റ്റേജസ് ഉദ്ദേശിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഏർലിയസ്റ്റ് ഡേറ്റ വെയർഹൗസ് came to existence with the advent of disk storage that required storing large volumes of data in the form of databases. അതായത് ഡിസ്ക് സ്റ്റോറേജിന്റെ വരവോടുകൂടിയാണ് ആദ്യം ഡേറ്റ വെയർഹൗസുകൾ നിലവിൽ വന്നത്. അല്ലെ, ഡേറ്റ വെയർഹൗസ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ലായിരുന്ന കാലഘട്ടങ്ങളിൽ ഡിസ്കിലോട്ട് സ്റ്റോർ ചെയ്ത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം, ആ കൺസെപ്റ്റാണ് ഡേറ്റ വെയർഹൗസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ വന്നത്. അതിനുശേഷം ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നപ്പോൾ പിന്നെയൊക്കെ നമുക്ക് പുതിയ ഡേറ്റകൾ സ്റ്റോർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ റിലേഷണൽ ഡേറ്റാബേസും ഡയമെൻഷണൽ ഡേറ്റാബേസും ഒക്കെ എന്നുള്ള ഐഡിയ ഒക്കെ നിലവിൽ വന്നത്. അതായത് ഇപ്പൊ ഒരു 10-20 വർഷം മുന്നേ നമുക്ക് വേണേൽ പറയാം. 20 അല്ല കേട്ടോ, കൂടുതലായി. അപ്പൊ അതായത് ഈ ഇന്റർനെറ്റിന്റെ ഒക്കെ വരവോടുകൂടി അപ്പം തുടർന്ന് SQL-ഉം RDBMS-ഉം ETL-ഉം സോഫ്റ്റ്വെയറും എല്ലാം ഡെവലപ്പായി വരുന്നു. അങ്ങനെയാണ് ഇതിൽ മച്യൂരിറ്റി സ്റ്റേജസിനെ കുറിച്ച് അവിടെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാലും മതി. പിന്നെ ഡേറ്റ വെയർഹൗസ് ഓട്ടോമേഷൻ ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഡേറ്റ വെയർഹൗസ് provides a seamless experience free from the hassles of coding for integration and transition of diverse data from its source to a data warehouse and other related components. അതായത് ഡേറ്റാബേസ് ടൂൾസുകൾ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഡൈവേഴ്സ് ഡേറ്റ, അതായത് വിവിധങ്ങളായ ഡേറ്റയെ ഒരു ഡേറ്റ വെയർഹൗസിൽ നിന്നും അതിന്റെ കമ്പോണൻസിലേക്ക് അല്ലെങ്കിൽ വേറെ കമ്പോണൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ടൂൾസുകളൊക്കെ യൂസ് ചെയ്യും. ഈ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ETL സ്ക്രിപ്റ്റുകളൊക്കെയാണ് വരുന്നത്. അതായത് ETL എക്സ്ട്രാക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, ലോഡിംഗ് എന്നുള്ള സ്ക്രിപ്റ്റുകളൊക്കെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബാച്ച് ഒക്കെ ആയിട്ടായിരിക്കും ഇത് പ്രോസസ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവിടെ അതിന്റെ കുറച്ച് ഡേറ്റ വെയർഹൗസ് ഓട്ടോമേഷൻ ടൂൾസിന്റെ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. പ്രോസസിംഗ് ഫോർ ഹൈ പെർഫോമൻസ് ETL ആൻഡ് റീഡബിൾ ELT ബേസ്ഡ് ഓൺ ഇന്റഗ്രേഷൻ ഓഫ് ഡേറ്റ. നമ്മൾ ETL-ഉം ELT എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. എക്സ്ട്രാക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, ലോഡിങ്ങും എക്സ്ട്രാക്ഷൻ, ലോഡിംഗ്, ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ അങ്ങനെയുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഹൈ പെർഫോമൻസിൽ ഡേറ്റ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് ഓട്ടോമേഷൻ ടൂൾസുകൾ. പിന്നെ മോഡലിംഗ് ഓഫ് ഡേറ്റ അറ്റ് സോഴ്സ്, നോർമലൈസ്ഡ്, ഡീനോർമലൈസ്ഡ് ആൻഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് വിത്ത് മൾട്ടിപ്പിൾ ഡയമെൻഷൻ. അതായത് നമുക്ക് പല ഡയമെൻഷനിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ഒക്കെ പഠിക്കും അല്ലേ. ഫാക്ട് ടേബിൾ ഉണ്ട്, ഡയമെൻഷൻ ടേബിൾ ഉണ്ട്, എന്നിട്ട് നമ്മൾ ക്യൂബുകളായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം നോർമലൈസ്ഡും ഡീനോർമലൈസ്ഡ് ഡേറ്റകളൊക്കെ കാണും. അപ്പൊ അതെല്ലാം ഈ ഓട്ടോമേഷൻ ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അതുപോലെ സീംലെസ് ഇന്റഗ്രേഷൻ വിത്ത് വേരിയസ് ഡേറ്റ സോഴ്സസ്, പല ഡേറ്റ സോഴ്സസുമായിട്ട് നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതെയുള്ള ഇന്റഗ്രേഷൻ പ്രോസസ്സുകൾ, അല്ലെ ഇന്റഗ്രേഷൻ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഡേറ്റ സോഴ്സസ് ആക്സസ് ചെയ്യാനൊക്കെ പറ്റുന്നുള്ളതൊക്കെയാണ് ഓട്ടോമേഷൻ ടൂൾസ് കൊണ്ട് പറയുന്നത്.
For assessment of data warehouse preparedness, enterprises need to evaluate their level of preparedness based on the following needs. ഈ പറയുന്ന ആവശ്യകതയെ അടിസ്ഥാനമാക്കി എന്റർപ്രൈസസുകളൊക്കെ അവരുടെ തയ്യാറെടുപ്പില് അല്ലെങ്കിൽ ലെവലില് കുറച്ച് നമ്മൾ നിലവാരമൊക്കെ ഒന്ന് എന്താ വിലയിരുത്തണം എന്നാ പറയുന്നത്. അതായത് ഡാറ്റാബേസ് ആർക്കിടെക്ചർ ഒരു മെയിൻ കമ്പോണന്റ് ആണ്. എന്റർപ്രൈസസുകള് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുമ്പോൾ ആർക്കിടെക്ചർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതായത് അതിന്റെ സ്ട്രക്ചർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ള അസസ്മെന്റ് നോക്കുക. അതായത് അവർ database architecture is based on a distinctive set of components or whether it uses best of breed components and best practices. അതായത് a precise understanding of the various components that are implemented in the interaction. അതായത് ഒരു ഡാറ്റാ വെയർഹൗസ് ആർക്കിടെക്ചറിൽ ഒരു പ്രത്യേക ചില ഘടകങ്ങളെ ബേസ് ചെയ്താകാം, അല്ലെങ്കിൽ ബെസ്റ്റ് കമ്പോണൻസിനെ യൂസ് ചെയ്താണോ അത് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു ഡാറ്റാ വെയർഹൗസ് ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉള്ള ഒരെണ്ണത്തിലോട്ട് നമ്മൾ കൂടുതൽ ഡാറ്റ കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ബോധർ ചെയ്തിരിക്കണം. അടുത്ത പോയിന്റ് പറയുന്നത് അതുപോലെ ബിസിനസ് റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ access how business requirements are handled within our organization and the methodologies practiced, waterfall, prototypes, agile for identifying and understanding ഇത്. അതായത് നമ്മുടെ നിലവിലുള്ള ഓർഗനൈസേഷനിൽ ബിസിനസിന്റെ ആവശ്യകതകൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ എടുത്ത് വിലയിരുത്തണം, എന്നിട്ട് വേണം നമ്മൾ അതിന്റെ റിക്വയർമെന്റ്സിലോട്ട് പോകാൻ. അതായത് വാട്ടർഫോൾ മോഡൽ വേണോ അതോ പ്രോട്ടോടൈപ്പ് മോഡൽ ആണോ എന്നൊക്കെ നമ്മൾ ഓരോ മോഡലിംഗ് ഒക്കെ പഠിച്ചിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള റിക്വയർമെന്റ്സുകൾ നോക്കണം. പിന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ, evaluate the structure of organizational processes, complaints, requirements, business continuity, policies and plans, disaster and recovery management, security, governance, etc. ഇതെല്ലാം നമ്മൾ വിലയിരുത്തണം. ഒരു ഡാറ്റാ വെയർഹൗസ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു ഡാറ്റാ വെയർഹൗസ് ഓട്ടോമേഷൻ നടത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കണം. അതായത് ഡിസാസ്റ്റർ അല്ലെ എന്തെങ്കിലും വലിയ പ്രളയം പോലുള്ള സംഭവങ്ങൾ വന്നാലും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതാണ് റിക്കവറി ഓഫ് മാനേജ്മെന്റ്, സെക്യൂരിറ്റി, ഗവേണൻസ്, ഇങ്ങനെയെല്ലാം നമ്മൾ വിലയിരുത്തി നോക്കണം. പിന്നെ ഡാറ്റ എക്കോസിസ്റ്റം മെയിൻ്റെനൻസ്, സ്ക്രൂട്ടിനസ് വെദർ ദി മെയിൻ്റെനൻസ് ഓഫ് യുവർ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് ഓർഗനൈസ്ഡ്, കോംപ്ലിക്കേറ്റഡ് ഓർ ഹെവിലി റിസോഴ്സ് ഡിപ്പെൻഡന്റ്. അതായത് ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മെയിൻ്റെനൻസും ഓർഗനൈസേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതെല്ലാം നമ്മൾ വിലയിരുത്തണം. പിന്നെ പ്രോസസ് ആൻഡ് റിക്വയർമെന്റ് പെർസിസ്റ്റൻസ്, എന്റർപ്രൈസസ് അതിന്റെ പ്രോസസ് ചേഞ്ചസ് വരുത്തിയാൽ അത് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലും പ്രോസസ്സിൽ ഒരു ഓർഗനൈസേഷൻ അതിന്റെ പ്രോസസ്സിൽ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ നല്ലോണം ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. അതുപോലെ ക്വാളിറ്റി ആൻഡ് അക്സസിബിലിറ്റി, ആക്സസ് ഹൗ ഫ്രീക്വന്റ്ലി ഡാറ്റ ഈസ് ആക്സസ്ഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ദി ഡെലിവറി ഓഫ് അനലിറ്റിക്കൽ റിപ്പോർട്ട് ഈസ് എക്സ്പെക്ടഡ്. അതായത് ഡാറ്റയുടെ ഫ്രീക്വൻസിയും അനലിറ്റിക്കൽ ഡെലിവറിയും എല്ലാം നമ്മളൊന്ന് അസസ് ചെയ്തിരിക്കണം. എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണെന്നെല്ലാം ഒന്ന് വിലയിരുത്തിയേക്കണം. പിന്നെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട് ഡാറ്റാ വെയർഹൗസ് ഓട്ടോമേഷൻ. അഡ്വാൻറ്റേജസ് എൻഡ് ഡാറ്റ പൈപ്പിംഗ് ആക്സിലറേഷൻ ആണ്, ഓട്ടോമേഷൻ ഓഫ് ഡാറ്റ ക്യാപ്ചർ ആൻഡ് സ്ട്രീമിംഗ്. അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഈ ലാസ്റ്റ് പോയിന്റ് പറയുന്ന ഡാറ്റാ വെയർഹൗസ് ഓട്ടോമേഷൻ, അതായത് ഡാറ്റാ വെയർഹൗസ് ബിൽഡ് ചെയ്തു പിന്നെ അതിനെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യും. അതായത് നിലവിലുള്ള ഡാറ്റയെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഡാറ്റ പ്രോസസ് ചെയ്യുന്നത് തൊട്ട് ഡാറ്റ ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് വരെ നമുക്ക് അതിന് ഓട്ടോമേഷൻ പ്രോസസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു പോയിന്റ് ആണ് അവിടെ ലാസ്റ്റ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 7 ഡാറ്റ മൈനിങ്. എന്താണ് ഡാറ്റ മൈനിങ് എന്നാണ്, അതുപോലെ ഡാറ്റ മൈനിങ് ടൂൾസുകൾ എന്തെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ ടൂൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാനുണ്ട്. എന്താണ് ഡാറ്റ മൈനിങ് എന്നുള്ളതിന്റെ മീനിങ് എന്തായിരിക്കും? ഖനനം ചെയ്യുക എന്നൊക്കെ നമ്മൾ ഇതിൽപ്പെട്ടില്ല മലയാളത്തിൽ പറയുവാണെങ്കിൽ, അല്ലെ? അപ്പൊ എന്താണ് ഡാറ്റ മൈനിങ്? ഒരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടാണ് നമുക്ക് ആ ഒരു പോയിന്റിലോട്ട് 7.1 നോക്കാം. ഡാറ്റ മൈനിങ് ഈസ് ദി പ്രോസസ് ബൈ വിച്ച് ഇത് പാറ്റേൺസ് ക്യാൻ ബി ഫൗണ്ട് by filtering the data based on a condition of data sorting in order to find something important. അതായത് ഇമ്പോർട്ടന്റ് ആയ എന്തെങ്കിലും കണ്ടെത്തുന്നതിന് ഡാറ്റ സോർട്ടിംഗ് ഓർഡറിനെ ബേസ് ചെയ്ത് ഡാറ്റയെ ഫിൽട്ടർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഖനനം ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിനല്ലേ. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഫൈൻഡ് ചെയ്യുന്നത്. ഡാറ്റ സോർട്ടിംഗ് ഓർഡറിനെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് ഡാറ്റയെ ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ മീൻസ് ഫിൽട്ടർ, അല്ലെ? നമ്മൾ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്.
For example, clubbing an Excel spreadsheet or creating a summarization of the main points of some text. ഒരു ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ലാർജ് ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിന്റെ മെയിൻ പോയിന്റ്സ് മാത്രം സമ്മറൈസ് ചെയ്തെടുക്കുക. നമ്മൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ. ഇപ്പം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലോക്കിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ 4 ബ്ലോക്കിലെ എല്ലാം വായിച്ച് നമുക്ക് ചിലപ്പം കൺക്ലൂഷനിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക അല്ലെ. അല്ലെങ്കിൽ ക്ലബിങ് ഞാൻ എക്സൽ സ്പ്രെഡ്ഷീറ്റ്, ഒരു സ്പ്രെഡ്ഷീറ്റ് എക്സൽ എന്ന് പറയുന്ന അറിയാലോ, സ്പ്രെഡ്ഷീറ്റ് ആണ്. ആ സ്പ്രെഡ്ഷീറ്റിൽ റോയും കോളവുമായിട്ട് ഡേറ്റ് ഇപ്പോൾ ഒരു സ്പ്രെഡ്ഷീറ്റ് നിറച്ചും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കുക. അതായത് ഒരു ഷീറ്റ് എന്ന് പറയുന്ന എത്ര റോസും കോളംസും കാണും? 10 lakhs സംതിങ് റോസും കോളംസും ഇല്ലേ അല്ലേ? അതായത് അത്രയും ഡേറ്റ ഫുള്ളായിട്ട് ഒരു എക്സൽ ഷീറ്റിലോട്ട് നമുക്ക് അതിൽ നിന്ന് വേണ്ടത് ഒരു എംപ്ലോയിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ റിട്ടയർമെന്റ് ആകുന്ന എംപ്ലോയീസിന്റെ ലിസ്റ്റ് മാത്രം ജനറേറ്റ് ചെയ്തെടുക്കണം. അത്രയും വലിയ ലിസ്റ്റ്. അപ്പൊ നമുക്ക് തന്നെ ഡേറ്റ മൈനിങ് ചെയ്തെടുക്കാൻ പറ്റും, അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഡേറ്റ മൈനിങ് ഫൈൻസ് വാല്യുബിൾ ഇൻഫോർമേഷൻ ഹിഡൻ ഇൻ ലാർജ് വോള്യൂംസ് ഓഫ് ഡേറ്റ. അതായത് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത് നമുക്കൊരു വലിയ അളവിൽ ലാർജ് ഡേറ്റയിൽ മറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തുന്നതിന്, വലിയ ഡേറ്റയിൽ നിന്നുകൊണ്ട് ചെറിയ നമുക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തുന്നത് ഡേറ്റ മൈനിങ് എന്ന് പറയാം. ഈ പർപ്പസ് ഓഫ് ഡേറ്റ മൈനിങ് എന്തിനാണെന്ന് ചോദിച്ചാല് പ്രിഡിക്റ്റിംഗ് വേരിയസ് ഔട്ട്കംസ്. നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ച ശേഷം നമുക്ക് ഇതിൽ നിന്നും എന്ത് ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റും, അതിനെ പ്രവചിക്കാൻ പറ്റും. പ്രൊഡക്റ്റിംഗ് വേരിയസ് ഔട്ട്കംസ്. അതുപോലെ മോഡലിംഗ് ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ ഇങ്ങനെ ഒരു ഡേറ്റ കിട്ടിയതിനു ശേഷം നമുക്ക് ടാർഗറ്റ് ആയിട്ട് പ്രേക്ഷകരെ അതൊന്ന് ഓഡിയൻസിനെ അതൊന്ന് മോഡൽ ചെയ്ത് കാണിക്കാം. പിന്നെ കളക്ടിങ് ദി ഇൻഫോർമേഷൻ അബൌട്ട് ദി പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണെങ്കിൽ അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. അതൊക്കെ ആയിരിക്കും ഏതാണ് ഡേറ്റ മൈനിങ്ങിന്റെ പർപ്പസ് പറയുന്നത്. പിന്നെ അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റ ഉണ്ട് എന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഡേറ്റാബേസ് ഡേറ്റ കാണും, ട്രാൻസാക്ഷൻ ഡേറ്റ കാണും, അതർ കൈൻഡ് ഓഫ് ഡേറ്റ. അങ്ങനെ 3 തരത്തിലുള്ള ഡേറ്റയെ കുറിച്ചുള്ള പറയുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഡേറ്റ, ഇപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ വരുമെന്ന് പറഞ്ഞില്ലേ, ആ ഡേറ്റ എവിടെ നിന്നൊക്കെ വരാം? ഒന്നെങ്കിൽ ഡേറ്റാബേസ് ഡേറ്റയാണ്. അത് ഡേറ്റാബേസ് ഈസ് കോൾഡ് എ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡേറ്റ നോൺ ആസ് എ ഡേറ്റാബേസ് ആൻഡ് എ സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ടു മാനേജ് ആൻഡ് ആക്സസ് ഡേറ്റ. നമുക്കറിയാം. അതായത് ഇപ്പോൾ ഒരു റിലേഷണൽ ഡേറ്റാബേസിലാണെങ്കിൽ കളക്ഷൻ ഓഫ് ടേബിൾസ് കാണും. ആ ടേബിൾസിന് ഒരു യുണീക്ക് നെയിം കാണും. ഈച്ച് ടേബിൾ കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അതായത് കോളമും ഫീൽഡും ഒക്കെ കാണത്തില്ലേ. ആൻഡ് യൂഷ്വലി സോൾസ് എ ലാർജ് സെറ്റപ്പ് ഓഫ് ടപ്പിൾസ് അല്ലെ. സാധാരണ അതിനകത്ത് ഒത്തിരി ടപ്പിൾസ് കാണും. ടപ്പിൾസ് മീൻസ് റോ അല്ലെ റെക്കോർഡ്സ് കാണും. ഓരോ ടപ്പിളിലും റിലേഷണൽ ടേബിൾസ് റെപ്രസെന്റ് ആൻ ഒബ്ജക്ട് ഐഡന്റിഫൈ ബൈ യുണീക്ക് കീ ആൻഡ് ഡിസ്ക്രൈബ്ഡ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വാല്യൂ. അതായത് ഓരോ ടപ്പിളും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഐഡന്റിഫൈ, ഒരു കീ വെച്ചായിരിക്കും. അപ്പൊ ഈ സെമാന്റിക് ഡേറ്റ മോഡൽ സച്ച് ആസ് എന്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ അല്ലെങ്കിൽ ഓപ്പൺ കൺസിഡർ ഫോർ റിലേഷണൽ ഡേറ്റാബേസ്. ഡേറ്റ മോഡൽ റെപ്രസെന്റ്സ് ഡേറ്റാബേസ് സെറ്റ് ഓഫ് എന്റിറ്റീസ് ആൻഡ് ദ റിലേഷൻഷിപ്പ്. അതായത് ഒരു ഡേറ്റാബേസ് ഡേറ്റ എന്ന് പറയുന്നത് എന്ത് വരും? ഡേറ്റാബേസ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ ടേബിളിൽ റോയും കോളവുമായിട്ട് ഡേറ്റ വെച്ചിരിക്കുന്നു. ടപ്പിൾസിലായിരിക്കും കൊടുത്തിരിക്കുന്നു. ഒരു കീ വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ടേബിളിൽ ഒരു യൂണിക് നെയിം കാണും. അങ്ങനെയുള്ള ഡേറ്റകൾ കാണും. പിന്നെ കാണുന്ന സെക്കൻഡ് വൺ പറയുന്നത് 1.7.2 ട്രാൻസാക്ഷൻ ഡേറ്റ കാണും. ബാക്കി വായിച്ചാൽ മതി. ട്രാൻസാക്ഷൻ ഡേറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ റെക്കോർഡും നമ്മളിപ്പോ ഒരു ട്രാൻസാക്ഷൻ നടത്തിയെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു, അവിടെ ട്രാൻസാക്ഷൻ നടത്തി, അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ ഡേറ്റയിൽ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി ഒക്കെ കാണത്തില്ലേ, അങ്ങനെയുള്ള ഡേറ്റ എല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡേറ്റാബേസ്. ഈച്ച് റെക്കോർഡ് ഇൻ എ ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് captures a transaction such as a customer's purchase, a flight booking or users click on a web page. അപ്പൊ നമ്മളൊരു വെബ് പേജിൽ ഒരു കാര്യം ചെയ്യുന്നോ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ബുക്കിങ്ങോ, ഒരു കാര്യം പർച്ചേസ് ചെയ്യുന്നോ, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് തന്നെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡേറ്റ കാണും. പിന്നെ അതർ കൈൻഡ് ഓഫ് ഡേറ്റ. അപ്പൊ ഇതൊന്നും കൂടാതെ നമുക്ക് അല്ലാത്ത ഡേറ്റകളും കാണാം. അതായത് ഇപ്പം സെൻസർ ഡേറ്റ, IoT ഡിവൈസുകളിൽ നിന്നുള്ള സെൻസർ ഡേറ്റകൾ കാണാം. അല്ലെങ്കിൽ എന്താ ഹിസ്റ്റോറിക്കൽ ഡേറ്റ റെക്കോർഡ്സ് കാണാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡേറ്റകൾ കാണാം. അങ്ങനെ പലതരത്തിലുള്ള അതർ കൈൻഡ്സ് ഓഫ് ഡേറ്റകളും ഇങ്ങനെ ഡേറ്റ മൈനിങ്ങിന് കാണാം. അപ്പൊ ഡേറ്റ മൈനിങ്ങിന് ഏത് തരത്തിലുള്ള ഡേറ്റ കാണും? ഡേറ്റാബേസ് ഡേറ്റ കാണും, ട്രാൻസാക്ഷൻ ഡേറ്റ കാണും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മൾട്ടിമീഡിയ ഡേറ്റകളൊക്കെ കാണാം. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസും കൂടാതെ ഇവിടെ പറയുന്നത് ടൈം റിലേറ്റഡ് ഓർ സീക്വൻസ് ഡേറ്റ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ടൈം സീരീസ്, ബയോളജിക്കൽ സീക്വൻസ്, ഡേറ്റ സ്ട്രീംസ്, വീഡിയോ സർവൈലൻസ്, സെൻസർ ഡേറ്റ, സ്പേഷ്യൽ ഡേറ്റ, മാപ്പുകൾ, അതുപോലെ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഡേറ്റ,
ഡിസൈൻ ഓഫ് ബിൽഡിംഗ്, സിസ്റ്റം കമ്പോണൻസ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഇങ്ങനെയുള്ള ഡേറ്റകളൊക്കെ അതർ കൈൻഡ് ഓഫ് ഡേറ്റ വരും. അപ്പോൾ മൾട്ടിമീഡിയ ഡേറ്റകൾ, അതായത് ഇമേജസിനെ നമുക്ക് ഐഡന്റിഫൈ നമ്മൾ ചെയ്യുന്ന ഡേറ്റകൾ, ഇതെല്ലാം ആയിരിക്കും അതർ കൈൻഡ് ഓഫ് ഡേറ്റയിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റയാണ് ഡേറ്റ മൈനിങ്ങിൽ എടുക്കുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ ജസ്റ്റ് ഒരു പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല, അവയർനെസ് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അതിനുശേഷം 7.5 എന്നുള്ള ഹെഡിങ്ങിലോട്ട് മൂവ് ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ സിസ്റ്റംസ്. ഡേറ്റ സിസ്റ്റത്തിനെ എങ്ങനെയൊക്കെ ഡേറ്റ മൈനിങ് സിസ്റ്റത്തിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കത് ശ്രദ്ധിച്ചു നോക്കാം. ഡേറ്റ മൈനിങ് സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ഫോളോയിങ് ക്രൈറ്റീരിയ. പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ വെച്ചായിരിക്കും ഡേറ്റ മൈനിങ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡേറ്റാബേസ് ടെക്നോളജി, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷീൻ ലേണിംഗ്, ഇൻഫോർമേഷൻ സയൻസ്, വിഷ്വലൈസേഷൻ, അതർ ഡിസിപ്ലിൻ, അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിനെ ഡേറ്റ മൈനിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് സം അതർ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ, കുറച്ച് ക്രൈറ്റീരിയയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ക്രൈറ്റീരിയ മീൻസ് കണ്ടീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി കൈൻഡ് ഓഫ് എ ഡേറ്റാബേസ് മൈൻഡ്, ഏത് തരത്തിലുള്ള ഡേറ്റ ആണ് എടുക്കുന്നത്. അല്ലെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി കൈൻഡ് ഓഫ് നോളജ് മൈൻഡ്, ക്ലാസിഫിക്കേഷൻസ് അക്കോർഡിംഗ് ടു ദി കൈൻഡ്സ് ഓഫ് ടെക്നിക്സ് യൂട്ടിലൈസ്ഡ്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി ആപ്ലിക്കേഷൻസ് അഡാപ്റ്റഡ്. അങ്ങനെ 4 പോയിന്റ്സ് വെച്ച് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ 4 പോയിന്റ്സ് വെച്ച് പറഞ്ഞു. നമുക്ക് അത് ലിസ്റ്റ് നോക്കാം. അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൈൻഡ് ഓഫ് ഡേറ്റാബേസ് മൈൻഡ് എന്ന് പറഞ്ഞാല് database systems can be classified according to different criteria such as data models, types of data. അതായത് ഡേറ്റാബേസ് സിസ്റ്റങ്ങള് ഡേറ്റയുടെ മോഡലിനെയും ഡേറ്റയുടെ ടൈപ്പിനെയും വെച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. അതായത് ഡേറ്റ ഇപ്പൊ ഡിഫറെന്റ് ഡേറ്റകൾ കാണുമല്ലോ. അപ്പൊ ആ ഡേറ്റയുടെ ഡിഫറെന്റ് ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഡേറ്റാബേസിന്റെ ക്ലാസിഫൈ ചെയ്യുക. പല ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ട് കണ്ടീഷൻസ് യൂസ് ചെയ്യും. ഇപ്പൊ അത് കണ്ടീഷൻസ് ഇപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ട് എക്സൽ ഫയൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ പേജ് ഗ്രേറ്റർ ദാൻ ഇത്രയുള്ളവരുടെ, അല്ലെ സാലറി ഗ്രേറ്റർ ദാൻ, അല്ലെ സാലറി ലെസ് ദാൻ, അല്ലെ മാർക്ക് ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ബിറ്റ്വീൻ മാർക്ക് ഉള്ളവരുടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യാറില്ല. എന്ന് പറയുന്ന പോലെ സർട്ടൻ ഡിഫറെന്റ് കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. For example, we can classify a database according to the model of then we may have a relational, transactional, object relation or data warehouse mining system. ഒരു റിലേഷണൽ ഡേറ്റാബേസിന്റെ ട്രാൻസാക്ഷൻ സംബന്ധിച്ച് മാത്രമോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതാണ് കൈൻഡ് ഓഫ് ഡേറ്റാബേസ്, ഏത് തരത്തിലുള്ള ഡേറ്റയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൈൻഡ് ഓഫ് നോളജ് മൈൻഡ്. അതായത് നോളജ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഡേറ്റ മൈനിങ് സിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷനാലിറ്റീസ്. അതായത് നോളജ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷനാലിറ്റീസ് ആണ്. അതായത് ഫംഗ്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ ക്യാരക്ടറൈസേഷൻ, ഡിസ്ക്രിമിനേഷൻ, അസോസിയേഷൻ ആൻഡ് കോറിലേഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രിഡിക്ഷൻ, ക്ലസ്റ്ററിംഗ്, ഔട്ട്ലയർ അനലൈസിസ്, ഇവല്യൂഷൻ അനലൈസിസ്, ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നോളജിനെ ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇവരെല്ലാം, അതായത് ഈ ഫംഗ്ഷൻസിനെ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്ത് വെക്കാം. അതായത് ഡിസ്ക്രിമിനേഷൻ, വിവേചനം, അസോസിയേഷൻ ആൻഡ് കോറിലേഷൻ അനലൈസിസ്, അസോസിയേഷൻ റൂൾസുകളൊക്കെ നമുക്കറിയാം. അസോസിയേഷൻ അനലൈസിസ്, കോറിലേഷൻ, പരസ്പരം അതിൽ നിന്ന് വിശകലനം ചെയ്യുന്നത്, പ്രിഡിക്ഷൻ, ക്ലസ്റ്ററിങ്, അങ്ങനെ വെച്ച് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. പിന്നെ തേർഡ് പോയിന്റ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൈൻഡ് ഓഫ് ടെക്നിക്സ് യൂട്ടിലൈസ്ഡ്. ഏത് ടെക്നിക്കാണ് ഒരു ഡേറ്റ വെയർഹൗസിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ന ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ അതായത് അക്കോർഡിംഗ് ടു കൈൻഡ് ഓഫ് ടെക്നിക് യൂസ്ഡ് വി ക്യാൻ ഡിസ്ക്രൈബ് ദീസ് ടെക്നിക്സ് അക്കോർഡിംഗ് ടു ഡിഗ്രി ഓഫ് യൂസർ ഇന്ററാക്ഷൻ ഇൻവോൾവ്ഡ് ഓർ മെത്തേഡ്സ് ഓഫ് അനലൈസിസ് എംപ്ലോയിഡ്. അതായത് യൂസറിന്റെ ഇന്ററാക്ഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ചോ ക്ലാസിഫൈ ചെയ്യും. അല്ലെങ്കിൽ യൂസറിന്റെ ഇന്ററാക്ഷൻ ഏത് ടെക്നിക്ക് യൂസ് ചെയ്താണ് അല്ലെങ്കിൽ അവ ഏത് മെത്തേഡ് അനുസരിച്ചാണെന്നുള്ളതിനെ യൂസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ലാസ്റ്റ് വൺ പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആപ്ലിക്കേഷൻ അഡാപ്റ്റഡ്. അതായത് ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തേക്കുന്നത്. അതായത് ഫിനാൻസ് ആണോ, ടെലികമ്മ്യൂണിക്കേഷൻ ആണോ, ഇമെയിൽ ആണോ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസിഫിക്കേഷന്റെ 4 പോയിന്റ്സും ജസ്റ്റ് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ ഒന്ന് ക്രൈറ്റീരിയ പറയുമ്പം കൈൻഡ് ഓഫ് ഡേറ്റാബേസ്, നോളജ് ഓഫ് ഡേറ്റാബേസ്, അതുപോലെ ടെക്നിക് യൂസ്ഡ്, ആപ്ലിക്കേഷൻ അഡാപ്റ്റഡ്, ഇതിൽ ഏത് യൂസ് ചെയ്താണെന്നുള്ളതാണ് അവിടെ പറയുന്നത്.
നെക്സ്റ്റ് ഹെഡിങ് വാട്ട് ഈസ് ഡേറ്റ മൈനിങ് വേഴ്സസ് ഡേറ്റ വെയർഹൗസ്. ഡേറ്റ ലേക്കും വേഴ്സസ് ഡേറ്റ വെയർഹൗസ്, ഡേറ്റ പോണ്ട് വേഴ്സസ് ഡേറ്റ വെയർഹൗസ് ഒക്കെ നമുക്ക്. അപ്പൊ ഡേറ്റ വെയർഹൗസ് എങ്ങനെ വന്നാലും നമുക്ക് ഇപ്പൊ എഴുതാൻ ഒരു ബ്രീഫിലി എഴുതാൻ ഒരു രണ്ട് പേജ് നമുക്ക് ഓൾറെഡി നമ്മളിപ്പോ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഡേറ്റ മൈനിങ്ങും ഡേറ്റ വെയർഹൗസ് നമ്മൾ ഡിഫറൻസ് പറയുന്നത്. അപ്പൊ ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അറിയാം, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വലിയ ലിസ്റ്റിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. Data mining is looking for hidden, valid, potentially useful patterns in huge data set. അല്ലെ, വലിയ ഡാറ്റ സെറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മറിഞ്ഞിരിക്കുന്നതോ വാലിഡ് ആയിട്ടുള്ളതോ ഉള്ള കാര്യങ്ങളെ നമ്മൾ അല്ലെ എന്തെങ്കിലും പാറ്റേണുകളോ അങ്ങനെ നമ്മൾ അതിനെ ഒരു മൈൻ ചെയ്യുന്നതിനെയാണ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഡാറ്റ മൈനിങ് ഈസ് ഓൾ അബൌട്ട് ഡിസ്കവറി അൺഎക്സ്പെക്ടഡ് പ്രീവിയസ്ലി അൺനോൺ റിലേഷൻഷിപ്പ് among the data. അപ്പൊ ഇൻ എ മൾട്ടി ഡിസിപ്ലിനറി സ്കിൽ ദാറ്റ് യൂസസ് മെഷീൻ ലേണിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാബേസ് ടെക്നോളജി, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഡാറ്റാ മൈനിങ്ങില്. മെഷീൻ ലേണിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ ഡാറ്റാബേസ് ടെക്നോളജികളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റാ മൈനിങ് നടത്താം. The insights extracted via data mining can be used for marketing, fraud detection, scientific discovery, etc. എവിടെയൊക്കെ അത് നോക്കാൻ പറ്റും? മാർക്കറ്റിംഗില്, അതുപോലെ ഫ്രോഡിനെ ഒക്കെ ഡിറ്റക്ട് ചെയ്യാന്, സയന്റിഫിക് ഡിസ്കവറിക്ക് ഒക്കെ നമുക്ക് ഡാറ്റ മൈനിങ് എന്നുള്ള ആ ഒരു ടേം അല്ലെ ആ ഒരു പോയിന്റ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് എടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് നോട്ടി പറയുന്നത് ഡാറ്റ മൈനിങ് വേഴ്സസ് ഡാറ്റ വെയർഹൗസ് കീ ഡിഫറൻസസ്. ഒരു ടേബിൾ മുഖേന കൊടുത്തിട്ടുണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അത് നമുക്ക് 5-6 ഡിഫറൻസ് ഞാനിപ്പോ പറയാം. അതായത് ഫസ്റ്റ് വൺ, ഡാറ്റ മൈനിങ് ഈസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് അൺനോൺ പാറ്റേൺസ് ഓഫ് ഡാറ്റ. ഡാറ്റ മൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത ഒളിഞ്ഞു കിടക്കുന്ന ഡാറ്റയല്ലേ, ഹിഡൻ ആയിട്ടോ വാലിഡ് ആയിട്ടോ ഒരു വലിയ ഡാറ്റാബേസ് എന്നുള്ള ഡാറ്റയെ നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്, അനലൈസ് ചെയ്ത് മൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഡാറ്റ മൈനിങ്. ഇനി ഡാറ്റ വെയർഹൗസ് എന്ന് പറയാം അങ്ങനെയല്ല. ഡാറ്റ വെയർഹൗസ് സിസ്റ്റം ഈസ് എ ഡിസൈൻഡ് ഫോർ അനലിറ്റിക്കൽ ഇൻസ്റ്റഡ് ഓഫ് ട്രാൻസാക്ഷണൽ വർക്ക് അല്ലേ. അനലൈസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ് ഡാറ്റ വെയർഹൗസ്. Data mining is a method of comparing large amount of data to find the right patterns. അതായത് വലിയ ഡാറ്റയിൽ നമുക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റ് പാറ്റേൺസ് എന്താണോ അതിനെ നമ്മൾ എടുക്കുക, കമ്പയർ ചെയ്തെടുക്കുക. ഡാറ്റ വെയർഹൗസിംഗ് is a method of centralizing data from different sources into one common repository. അതായത് ഡാറ്റ വെയർഹൗസ് എന്ന് പറയുന്നത് പലയിടത്തു നിന്നുള്ളതിനെ നമ്മൾ ഒരു റെപ്പോസിറ്ററി, ഒരു മെയിൻ ആയിട്ട് ഒരു പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ഡാറ്റ മൈനിങ് is usually done by business users within the അസിസ്റ്റൻസ് ഓഫ് എഞ്ചിനീയേഴ്സ്. അതായത് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് അതിനുള്ള എഞ്ചിനീയേഴ്സ്, ബിസിനസ് യൂസേഴ്സ് വിത്ത് ദി അസിസ്റ്റൻസ് ഓഫ് എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്തായിരിക്കും. ഇവിടെ നമ്മൾക്ക് നീഡ്സ് ടു ഓഫർ എനി ഓഫ് ഡാറ്റ മൈനിങ് ക്യാൻ ടേക്ക്. ഡാറ്റ മൈനിങ് നൽകുന്നതിന് മുന്നേ നമ്മൾ ഡാറ്റ വെയർഹൗസിംഗ് നടക്കണം. ഡാറ്റ വെയർഹൗസിംഗ് നടന്നിട്ടാണ് അതിൽ നിന്നാണ് ഡാറ്റ മൈനിങ്ങിലോട്ട് വരുന്നത്. പിന്നെ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് ഡാറ്റ ഫ്രം ലാർജ് ഡാറ്റ സെറ്റ്സ്. Data warehouse is a process of pooling all relevant data together. Pooling all relevant data. Pool എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറെന്റ് സോഴ്സസിൽ നിന്നും ഡാറ്റ സെറ്റുകൾ കമ്പൈൻ ചെയ്ത് വരുന്ന പ്രോസസ്സാണ് പൂളിങ്. പലയിടത്തു നിന്ന് വരുന്ന ഡാറ്റയിലെ ഡാറ്റ വെയർഹൗസ് കാണുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ് ആയിരിക്കും ഡാറ്റ വെയർഹൗസ് നടക്കുന്നത്. പിന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ്സ് ഓഫ് ഡാറ്റ മൈനിങ് ടെക്നിക്സ് ഈസ് ഡിറ്റക്ഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഇൻ എ സിസ്റ്റം. അതായത് ആ സിസ്റ്റത്തിലെ എറേഴ്സോ ബഗ്ഗോ ഒക്കെ ഉണ്ടെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുകയും ഐഡന്റിഫൈ ചെയ്യുകയാണ്. പക്ഷെ ഡാറ്റ വെയർഹൗസ് അങ്ങനെയല്ല, ചിലപ്പോൾ അത് അപ്ഡേഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്ഡേഷൻ ആണ്. പിന്നെ ഡാറ്റ മൈനിങ് ഹെൽപ്സ് ടു ക്രിയേറ്റ് സജസ്റ്റീവ് പാറ്റേൺസ് ഫോർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ലൈക്ക് ബൈയിങ് ഹാബിറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സ്, പ്രോഡക്റ്റ് സെയിൽസ് എക്സെട്ര. ഡാറ്റ മൈനിങ് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സുകൾ ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്തു. അതായത് ഒരു പ്രൊഡക്റ്റ് എടുത്ത ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് അല്ലെ, ഒരു കുറെ കസ്റ്റമേഴ്സ് സെയിം പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കുവാണ്, അതൊരു ഹാബിറ്റ് അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് ഡാറ്റ മൈനിങ്. ഡാറ്റ വെയർഹൗസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിനെ ആയിരിക്കും കോർഡിനേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഡാറ്റ മൈനിങ് ടെക്നിക്സ് ആർ നെവർ 100% ആക്യുറേറ്റ്. 100% കൃത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡാറ്റ വെയർഹൗസ് ആണെങ്കിൽ there is a great chance of data was destroyed, can easily lead loss. അവിടെയും ചിലപ്പോൾ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാം. അതായത് നമുക്ക് പറ്റില്ലാത്ത വാലിഡ് അല്ലാത്ത ഡാറ്റ നഷ്ടപ്പെട്ടു പോകാം. പിന്നെ ഇത് ഇൻഫോർമേഷൻ ഗാലർഡ് ബേസ്ഡ് ഓൺ ഡാറ്റ മൈനിങ് ഓർഗനൈസ് ക്യാൻ ബി മിസ്യൂസ്ഡ് അഗൈൻസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അത് ഡാറ്റ മൈനിങ് ഓർഗനൈസേഷൻസ് ചിലപ്പം മിസ്യൂസ് ചെയ്യാന്ന് അങ്ങനെ വരരുത്.
Data warehouse is created by a huge IT project. Therefore, it involves high maintenance system which can impact the revenue of medium to small scale organization. അതായത് ഒരിക്കലും മിസ്യൂസ് ചെയ്തില്ല, മിസ്യൂസ് ചെയ്ത് പോകാൻ ഡേറ്റ മൈനിങ്. പക്ഷെ ഡേറ്റ വെയർഹൗസ് അങ്ങനെ മിസ്യൂസ് ചെയ്ത് പോകത്തില്ല, കാരണം അതൊരു റവന്യൂ കൂടിയാണ് അല്ലേ. ഏത് ഓർഗനൈസേഷൻ ആയാലും നമുക്ക് അങ്ങനെ ഒരു പറഞ്ഞാൽ അത് റവന്യൂ കൂടിയാണ്. അങ്ങനെ കുറച്ച് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. രണ്ടിന്റെയും കൂടെ കമ്പാരിസൺസ് നോക്കി അതിന്റെ ടേബിളിൽ നിന്ന് രണ്ടൊരു പോയിന്റ്സ് കൂടെ നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഡേറ്റ മൈനിങ് എന്താന്ന് കിട്ടില്ല, വലിയ ഡേറ്റയിൽ നിന്ന് നമുക്ക് വേണ്ട ഡേറ്റയെ നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് ഡേറ്റ മൈനിങ് എന്നുള്ളത്. അപ്പൊ ഡേറ്റ മൈനിങ് അങ്ങനെ എടുക്കാൻ നമുക്ക് കുറച്ച് ടൂൾസുകൾ വേണം. ആ ടൂൾസ് ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് ഫുള്ള്. ഡേറ്റ മൈനിങ് ടൂൾസ് എന്താണ്? ഡേറ്റ മൈനിങ് ടെക്നിക്സ് ആർ derived that utilize the domain knowledge from statistical analysis, artificial intelligence, database system in order to analyze data in a proper manner in view of different dimensions and perspectives. അതായത് വ്യത്യസ്തമായിട്ടുള്ള മാനദണ്ഡങ്ങളും നമ്മുടെ വ്യൂസും ഒക്കെ കാണും അല്ലെ, കാഴ്ചപ്പാടുകളും എല്ലാം കണക്കിലെടുത്ത് ശരിയായ രീതിയിൽ ഡേറ്റയെ അനലൈസ് ചെയ്യുന്നതിനായി ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ ഡേറ്റാബേസ് സിസ്റ്റങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഡൊമൈൻ നോളജ് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ഡേറ്റ മൈനിങ് ടൂൾസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ മൈനിങ് പറയുന്നത് അതിനാ പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അനലിറ്റിക്സോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡൊമൈൻ നോളജ് നമുക്ക് അതിൽ നിന്ന് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ എടുക്കേണ്ടി വരും. അപ്പം അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെ ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ടാണെന്നാണ് ഇവിടെ പറയുന്നത്. Data mining tools discover patterns or trends from the collection of large set of data and transforming data into useful information for making decisions. Example frameworks such as RStudio or Tableau that allows to perform different types of data mining analysis. Data mining analysis use രണ്ട് എക്സാമ്പിൾസ് അവിടെ പറഞ്ഞു. These tools allow us to implement algorithms like classification and clustering on the data set and visualize the results. ഈ ടൂൾസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടൂൾസിനെ കുറിച്ച് പഠിക്കാം. ദീസ് ആർ ദി മോസ്റ്റ് പോപ്പുലർ ഡേറ്റ മൈനിങ് ടൂൾസ്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യം ഓറഞ്ച്, റാപ്പിഡ് മൈനർ, ഡേറ്റ മെൽറ്റ്, റാറ്റിൽ, സാസ്, അങ്ങനെ പറയും കുറെ ടൂൾസ് പറയും. ഓരോ ടൂൾസ് നമുക്ക് എന്താണെന്ന് നോക്കി പോകാം. ചിലപ്പോൾ ഡേറ്റ മൈനിങ് ടൂൾസ് ഒരു 10 മാർക്കിന് വേണമെങ്കിൽ 5 ഡേറ്റ മൈനിങ് ടൂൾസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഓരോന്നും കൊടുത്തിട്ട് അത് എന്തിനു യൂസ് ചെയ്യും, അത് എന്ത് ഡേറ്റ അല്ലെ ഏത് സോഫ്റ്റ്വെയറിലുള്ള സോഫ്റ്റ്വെയറിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ, നിങ്ങൾ അവിടെയാണ് എംബ്ലം അതിന്റെ കൊടുത്തിട്ടുണ്ട് അല്ലെ, അതിന്റെ ലോഗോയൊക്കെ റാപ്പിഡ് മൈനറിന്റെ ലോഗോ കാണുമ്പോഴേ ഡേറ്റ മൈനിങ് ടൂൾ, ഇപ്പൊ ഓറഞ്ച്, ഡേറ്റ മെൽറ്റ്, സാസ്, ഇതിന്റെയൊക്കെ സിമ്പിൾസ് ഒക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ഫസ്റ്റ് വൺ ഓറഞ്ച് ഡേറ്റ മൈനിങ്. ഓറഞ്ച് developed at the Bioinformatics Laboratory at the Faculty of Computer and Information Science, Ljubljana University, Slovenia. Orange is a machine learning and data mining software suite. അത് ഡെവലപ്പ് ചെയ്ത് എവിടെയാണെന്നാ പറയുന്നത് കേട്ടോ, നോക്കണമെന്നില്ല. ഓറഞ്ച് ഈസ് എ മെഷീൻ ലേണിംഗ് ആൻഡ് ഡേറ്റ മൈനിങ് സോഫ്റ്റ്വെയർ. അപ്പൊ ഓറഞ്ച് എന്താണ്? ഓറഞ്ച് ഒരു മെഷീൻ ലേണിംഗും അതുപോലെ ഡേറ്റ മൈനിങ്ങും സോഫ്റ്റ്വെയർ ആണ്. അണ്ടർലൈൻ ചെയ്യുക. ഇറ്റ് സപ്പോർട്ട്സ് ഡേറ്റ വിഷ്വലൈസേഷൻ ആൻഡ് ഈസ് എ സോഫ്റ്റ്വെയർ ബേസ്ഡ് ഓൺ കമ്പോണന്റ്സ് റിട്ടേൺ ഇൻ പൈത്തൺ. അതായത് സോഫ്റ്റ്വെയർ വിഷ്വലൈസേഷൻ അല്ല, ഡേറ്റ വിഷ്വലൈസേഷൻ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ സ്യൂട്ട് പൈത്തണിലാണ് ഡെവലപ്പ് ചെയ്തത്. പൈത്തൺ പ്രോഗ്രാമിങ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി അടുത്തടുത്ത സെമ്മുകളിലൊക്കെ പഠിക്കും കേട്ടോ. C++, ജാവയൊക്കെ പഠിച്ചതാണെങ്കിൽ നിങ്ങൾ പൈത്തണും പഠിക്കാൻ പറ്റും. ഇത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് ഇപ്പോൾ ഓർത്തിരിക്കുക. അതിലാണ് ഈ ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദി കമ്പോണന്റ്സ് ഓഫ് ഓറഞ്ച് ആർ കോൾഡ് വിഡ്ജറ്റ്. അതിന്റെ കമ്പോണന്റ്സ് പറഞ്ഞ വിഡ്ജറ്റ് എന്നാണ്. ഈ വിഡ്ജറ്റ് റേഞ്ച് ഫ്രം ഡേറ്റ വിഷ്വലൈസേഷൻ ആൻഡ് പ്രീപ്രോസസിംഗ് ടു അസസിംഗ് ദി അൽഗോരിതംസ് ആൻഡ് യൂസ്ഡ് ഫോർ പ്രിഡിക്റ്റീവ് മോഡലിംഗ്. പ്രിഡിക്റ്റീവ് മോഡലിംഗിന് വേണ്ടി ഈ ഒരു വിഡ്ജറ്റ് യൂസ് ചെയ്യുകയാണ്. Widget deliver much important functionalities as displaying data tables and allowing to select features, reading of data, training predictors and comparisons of learning algorithms. അത് നമുക്കിപ്പം ലേണിംഗ് അൽഗോരിതംസ്, അതുപോലെ ട്രെയിനിങ് പ്രിഡിക്റ്റേഴ്സ് അല്ലെ. അപ്പൊ പ്രിഡിക്റ്റേഴ്സ് പറഞ്ഞപ്പോ പ്രവചിക്കാൻ അതിനുള്ള ട്രെയിനിങ് പരിശീലനം
നമ്മളും അതുപോലെ ലേണിംഗ് അൽഗോരിതംസും ഒക്കെ താരതമ്യം ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഡേറ്റ എലമെന്റ് വിഷ്വലൈസേഷൻ, ഡേറ്റ എലമെന്റിനെ ദൃശ്യവൽക്കരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓറഞ്ച് ടൂൾ യൂസ് ചെയ്യും. വൈ ഓറഞ്ച്? Data coming to Orange is formatted quickly in the desired pattern and the widget can easily transferred wherever and whenever needed. Orange is quite interesting to users. അതായത് ഇപ്പം നിലവില് യൂസേഴ്സിനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. അവിടെ അടുത്ത പാരഗ്രാഫിൽ പറയുന്ന ഡേറ്റ ഓറഞ്ച് allows its users to make smarter decisions in short time by rapidly coming and analyzing the data. അതായത് ഡേറ്റയെ വേഗത്തിൽ കമ്പയർ ചെയ്യാനും അനലൈസ് ചെയ്യാനും ചുരുങ്ങിയ ടൈമിനുള്ളിൽ ഡിസിഷൻസ് എടുക്കാനും യൂസറിനെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു ടൂൾ ആണ് ഓറഞ്ച് എന്നാണ് പറയുന്നത്. ഡേറ്റ മൈനിങ് ഈസ് പെർഫോംഡ് വിയ വിഷ്വൽ പ്രോഗ്രാമിംഗ് ഓർ പൈത്തൺ സ്ക്രിപ്റ്റ്. അതായത് ഈ ഒരു ഓറഞ്ച് ഡെവലപ്പ് ചെയ്യുന്ന പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. ചാർട്ട്, സ്കാറ്റർ പ്ലോട്ട്, ട്രീസ്, ഡെൻ ഡയഗ്രംസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് ഇതിനെ സപ്പോർട്ട് ഈ ടൂള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് വിഡ്ജറ്റ് പ്രൊപ്പോസസ് ഫണ്ടമെന്റലോ. ഈ വിഡ്ജറ്റ് എന്നാണ് പറയുന്നത്? കമ്പോണൻസ്. ഓറഞ്ച് എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ മൈനിങ് ടൂളിന്റെ കമ്പോണന്റ് ആണ് വിഡ്ജറ്റ്. ഈ വിഡ്ജറ്റിനകത്ത് റീഡിംഗ് ഓഫ് ഡേറ്റ, ഷോയിങ് ഓഫ് ഡേറ്റ ടേബിൾസ്, സെലക്ടിങ് ഫീച്ചേഴ്സ്, ട്രെയിനിങ് പ്രൊഡക്റ്റേഴ്സ്, കമ്പയറിംഗ് ലേണിംഗ് അൽഗോരിതംസ്, വിഷ്വലൈസേഷൻ ഓഫ് ഡേറ്റ എലമെന്റ്സ് എക്സെട്ര. ഇതെല്ലാം ഇങ്ങനെയുള്ള ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് എല്ലാം ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ കാണും. പൈത്തണിലാണ് ഡെവലപ്പ് ചെയ്ത് മെഷീൻ ലേണിങ്ങിന് വേണ്ടി, മെഷീൻ ലേണിങ്ങിനും അതുപോലെ ഡേറ്റ മൈനിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഡേറ്റ മൈനിങ് ടൂൾ ആയിട്ടാണ് ഓറഞ്ച് പറയുന്നത്, എന്നാൽ അത് മെഷീൻ ലേണിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയിലും ഓറഞ്ചിനെ കുറിച്ച് അറിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിൽ ഓറഞ്ചിനെ കുറിച്ച് ചില കൂടെ പോയിന്റ്സ് പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ചാൽ മതി. അതിനുശേഷം പറയുന്നത് സാസ്, SAS, SAS ഡേറ്റ മൈൻ. SAS സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് സിസ്റ്റം. സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് സിസ്റ്റം ആണ് സാസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് സിസ്റ്റം. അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണം അതിന്റെ ഫുൾ ഫോം. It is a product of SAS Institute created for analysis and data management. SAS എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അത് ഡേറ്റ അനലൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും. SAS can mine data, change it, manage information from various sources and analyze statistics. It offers a graphical user interface for non-technical users. അതായത് ആർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു സാസ്. നിങ്ങൾ ജസ്റ്റ് നെറ്റിലൊന്ന് കയറി ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഐറ്റം കാണാം, അതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതിന്റെ ഒരു ബ്രീഫ് മീനിങ് കിട്ടുകയും ചെയ്യും. സാസ് ഡേറ്റ മൈനർ allows users to analyze big data and provide accurate insight for timely decision making purposes. നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് ഇപ്പൊ നമുക്ക് ഈ സാസ് എന്ന് പറയുന്ന ഒരു ഡേറ്റ മൈനിങ് ടൂൾസ് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡേറ്റ മൈനിങ്, ഒപ്റ്റിമൈസേഷൻ ആൻഡ് ടെക്സ്റ്റ് മൈനിങ് പർപ്പസ്. ഇതിനെല്ലാമാണ് സാസ് യൂസ് ചെയ്യുന്നത്. പിന്നെ റാറ്റിൽ എന്ന് പറഞ്ഞാൽ ഈസ് എ ഡേറ്റ മൈനിങ് ടൂൾ ബേസ്ഡ് ഓൺ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഇറ്റ് യൂസസ് ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആർ പ്രോഗ്രാമിംഗ് നിങ്ങൾ പഠിക്കാനുണ്ടോ? ആർ പ്രോഗ്രാമിംഗ് വിട്ടത്തിനൊക്കെ ഉള്ളത് അല്ലേ? ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഈ റാറ്റിൽ യൂസ് ചെയ്യുന്നത്. മറ്റേ അത് പൈത്തൺ ആണെങ്കിൽ ഇവിടെ ആർ പ്രോഗ്രാമിംഗ് ആണ്. അതായത് ആർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ്. അത് ഓപ്പൺ സോഴ്സിനെ നമുക്ക് പറയാമല്ലോ, ഓപ്പൺ സോഴ്സ് ആണ്. ദാറ്റ് ഇസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ ആൻഡ് ഡേറ്റ അനലൈസിസ് ടൂൾസ്. അതായത് ഡേറ്റ അനലൈസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആണ് ആർ പ്രോഗ്രാമിംഗ്. അപ്പൊ അത് വെച്ചാണ് റാറ്റിൽ എന്ന് പറയുന്ന ഡേറ്റ മൈനിങ് ടൂൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. റാറ്റിൽ കമ്പൈൻസ് ദി പവർ ഓഫ് ആർ വിത്ത് സിഗ്നിഫിക്കന്റ് ഡേറ്റ മൈനിങ്. അതിനകത്ത് എല്ലാ ഡേറ്റ മൈനിങ് ഫീച്ചേഴ്സും ഉണ്ടെന്നേ പറയുന്നത്. ഇനി പറയുന്നതിനെല്ലാം ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഓറഞ്ച് മാത്രമേ അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ പറയുന്നുള്ളൂ കേട്ടോ. ഇനി റാപ്പിഡ് മൈനർ. റാപ്പിഡ് മൈനർ എന്ന് പറഞ്ഞാല് റാപ്പിഡ് മൈനർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ടൂൾ ഫോർ പെർഫോമിംഗ് പ്രൊഡക്ഷൻസ്. പ്രവചിക്കാൻ വേണ്ടി പറ്റിയ ഒരു ടൂളാണ്. നമുക്ക് ഫ്യൂച്ചർ കാര്യങ്ങൾ പ്രവചിക്കാൻ വേണ്ടി പറ്റിയ ഒരു ടൂളാണ് റാപ്പിഡ് മൈനർ. ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ജാവ പ്രോഗ്രാമിംഗ്. അപ്പൊ മറ്റേത് പൈത്തൺ ആണ്, ആർ പ്രോഗ്രാമിംഗ് ആണ്.
ഇത് ജാവയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഓഫേഴ്സ് ആൻ ഇന്റഗ്രേറ്റഡ് എൻവയോൺമെന്റ് ഫോർ ടെക്സ്റ്റ് മൈനിങ്, ഡീപ് ലേണിംഗ്, മെഷീൻ ലേണിംഗ് ആൻഡ് പ്രൊഡക്റ്റീവ് അനലൈസിസ്. It is used in company applications, commercial applications, research, education, training, application development, machine learning എല്ലാം റാപ്പിഡ് മൈനർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒറാക്കിൾ BI, ഒറാക്കിൾ ബിസിനസ് ഇന്റലിജൻസ്. ഒറാക്കിൾ ബിസിനസ് ഇന്റലിജൻസ്. Oracle BI is an open source machine learning and data visualization for native as well as unexpert users. മെഷീൻ ലേണിംഗിനും ഡാറ്റ വിഷ്വലൈസേഷനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ മൈനിങ് ടൂൾ ആണ് ഒറാക്കിൾ BI. അതിന്റെ ഫീച്ചേഴ്സ് ഇന്ററാക്റ്റീവ് ഡാറ്റ വിഷ്വലൈസേഷൻ, ഇറ്റ് ഓഫേഴ്സ് ഇന്ററാക്റ്റീവ് ഡാറ്റ എക്സ്പ്ലോറേഷൻ, അതുപോലെ ഓറഞ്ച് സപ്പോർട്ട്സ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, ഇറ്റ് ഓഫേഴ്സ് ആൻ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ആഡ് ഓൺസ് ടു ഡാറ്റ മൈനിങ് ഫ്രം എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സ്. അതായത് എക്സ്റ്റേണൽ ഡാറ്റാ ബേസുകളിൽ നിന്നുള്ള ഡാറ്റ മൈനിങ് ആഡ് ഓൺസിനൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് പേരുകൾ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അടുത്ത നൈൻ, KNIME. നൈൻ is an open source software for creating data science applications and services. ഡാറ്റ സയൻസ് ആപ്ലിക്കേഷനും സർവീസിനും യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ് Tanagra. Tanagra is a free use data mining tool for study and research purpose. റിസർച്ച് പർപ്പസിന് വേണ്ടിക്ക്, അതായത് കൂടുതൽ കാര്യങ്ങൾ റിസർച്ചിനും അതുപോലെ സ്റ്റഡി പർപ്പസിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ മൈനിങ് ടൂളാണ് Tanagra. It offers various data mining methods from statistical learning, data analysis, machine learning. ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡാറ്റ മെൽറ്റ്. ഡാറ്റ മെൽറ്റ് നമ്മൾ മിക്കവാറും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഡാറ്റ മെൽറ്റ്. Data Melt is a free for numeric computation, mathematics, data analysis, and data visualization. Data visualization അല്ലെ ഡാറ്റ അനലിറ്റിക്സിനോ മാത്തമെറ്റിക്സിനോ ന്യൂമറിക് കമ്പ്യൂട്ടേഷനോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പൊ അതായത് ഓപ്പൺ സോഴ്സ് ആയിരിക്കും ആണ് ഡാറ്റ മെൽറ്റ്. അത് this program offers you the simplicity of scripting languages like Python, Ruby, Groovy, with the power of hundreds of Java packages. അതായത് 100 കണക്കിന് ജാവ പാക്കേജുകളുടെ പവർ ഉള്ള, ജാവ പാക്കേജിന്റെ പവർ ഉള്ള പൈത്തൺ, റൂബി ഒരു ലാംഗ്വേജ് അല്ലേ, അതുപോലെ ഗ്രൂവി തുടങ്ങിയ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്കുള്ളിൽ ഡാറ്റ മെൽറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഇതിനകത്തൊക്കെ യൂസ് ചെയ്യാം പൈത്തൺ, റൂബി, ഗ്രൂവിയിലും ഒക്കെ ഈ ഡാറ്റ മെൽറ്റ് എന്ന് പറയുന്ന ഡാറ്റ മൈനിങ് ടൂള് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ELKA. ELKA is an open source data mining tool written in Java. ജാവയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. It's a researching algorithm and encompasses, emphasis and unsupervised methods in cluster analysis and outlier detection. Cluster analysisനും അതുപോലെ ഔട്ട്ലെയർ ഡിറ്റക്ഷനും ഒക്കെയാണ് ഏത് ഈ ഒരു LK യൂസ് ചെയ്യുന്നത്. ക്ലസ്റ്റർ അനലൈസിസിനും അതുപോലെ ഔട്ട്ലെയർ ഡിറ്റക്ഷനും, ഡാറ്റ പോയിന്റുകളെ ഡിറ്റക്ട് ചെയ്യാനൊക്കെ കേട്ടോ. അതാണ് ക്ലസ്റ്റർ അനലൈസിസ്. കൂട്ടമായിട്ട് കിടക്കും. ക്ലസ്റ്റർ മീൻസ് കൂട്ടമല്ലേ, ഒരു വലിയൊരു കൂട്ടമായിട്ട് കിടക്കുന്ന ഡാറ്റയിൽ നിന്നുകൊണ്ട് ഔട്ട്ലെയർ ഒരു ഡാറ്റ പോയിന്റിനെ മാത്രം ഡിറ്റക്ട് ചെയ്തെടുക്കണം. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വരുന്നതാണ് നമ്മൾ ഈ ക്ലസ്റ്ററും ഔട്ട്ലെയറും ഒക്കെ. ഇനി അടുത്ത അപ്കമിങ് ക്ലാസ്സസ് തന്നെ പഠിക്കുന്നുണ്ട്, ഇന്നത്തെ നോട്ടത്തിന് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ക്ലസ്റ്റർ അനലൈസിസിനും ഔട്ട്ലൈൻ ഡിറ്റക്റ്റീനും ഒക്കെ മേൽനോട്ടമില്ലാത്ത രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അൽഗോരിതംസ് റിസർച്ച് ചെയ്യാൻ ഈ ടൂള് യൂസ് ചെയ്യാം. ഫീച്ചേഴ്സ് LK offers an extensive variety of highly parameterizable algorithms. അതായത് LKക്കകത്ത് പാരാമീറ്ററൈസബിൾ ആയിട്ടുള്ള അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്താണ് ഇതൊക്കെ ഇത് ഈ ക്ലസ്റ്റർ അനലൈസിസ് ഒക്കെ നടത്തുന്നതെന്ന്. എന്ന് പറഞ്ഞാല് ഹാർഡ് പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, ഹാർഡ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാരാമീറ്ററൈസ്ഡ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. ഹാർഡ് പ്രോബ്ലംസ് ഇത് കുറച്ചും കൂടെ സിമ്പിൾ അല്ല, ഹാർഡായിട്ട് യൂസ് ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രോബ്ലംസിനൊക്കെ ഇങ്ങനെയുള്ള അൽഗോരിതംസ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പൊ ആ ഒരു അൽഗോരിതമാണ് ഇവിടെ LKയിൽ ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇത് അലൗസ് ഈസി ആൻഡ് ഫെയർ ഇവാലുവേഷൻ ആൻഡ് ബെഞ്ച് മാർക്കിംഗ് ഫോർ അൽഗോരിതംസ്.
അതായത് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബെഞ്ച് മാർക്കിംഗ് അൽഗോരിതം കേട്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോ പഠിച്ചിട്ടില്ലായിരിക്കും, അല്ലെ ഇനി പഠിക്കും. ക്രൂഷ്യൽ സ്റ്റെപ്സ് ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒരു ടോപ്പിക് നിങ്ങൾ ചിലപ്പോൾ 4th സെമസ്റ്ററിലൊക്കെ പഠിക്കുമായിരിക്കും. അതിനകത്ത് ഒരു ക്രൂഷ്യൽ സ്റ്റെപ്സ് ആണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ കോഡുകളുടെ എഫിഷ്യൻസി, പെർഫോമൻസും സ്കേലബിലിറ്റിയും ഒക്കെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് ബെഞ്ച് മാർക്കിംഗ്. അപ്പൊ അത് ഈ ഒരു എൽകി എന്ന് പറയുന്ന ഡാറ്റ മൈനിങ് ടൂളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൽകി പ്രൊവൈഡ്സ് ഡാറ്റ ഇൻഡെക്സ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ആർ സ്റ്റാർ ട്രീ വിത്ത് എൻഹാൻസ് ദി പ്രോസസ് ഓഫ് ഡാറ്റ മൈനിങ്. അതായത് ഡാറ്റ ഇൻഡെക്സ് സ്ട്രക്ചേഴ്സിനെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡാറ്റ ഇൻഡെക്സ് സ്ട്രക്ചേഴ്സ്, അതായത് അപ്പൊ അത് നമ്മൾ ട്രീ ബേസ്ഡ് സ്ട്രക്ചർ ഒക്കെ ഇല്ലേ, ട്രീ ബേസ്ഡ്. അപ്പോൾ അവിടെ ആർ സ്റ്റാർ ട്രീ ആയിരിക്കും. അതായത് എന്ന് പറഞ്ഞാല് ഡാറ്റ ഇങ്ങനെ ട്രീ ഷേപ്ഡ് ആയിരിക്കും. ഡാറ്റ ഒരു ട്രീ ഷേപ്പിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ട്രീ നമുക്കറിയാം, ഒരു ഭയങ്കര ബ്രാഞ്ചസ് ആയിട്ടല്ലേ ട്രീ പോകുന്നത്. ആ ഷേപ്പിലായിരിക്കും ഡാറ്റ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ആ ട്രീ എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ട്രീയും ആർ സ്റ്റാർ ട്രീയും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്. അതായത് ഡേറ്റ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ട്രീകൾ, അങ്ങനെയുള്ള അതാണ് ആർ ട്രീ എന്ന് പറയുന്നത്. അതായത് റീ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ആ ട്രീയിലോട്ട് ഡേറ്റ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ആർ ട്രീ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഇൻഡെക്സ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്താണ് എൽകി ഡെവലപ്പ് ചെയ്ത് എൽകി പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഇൻഡെക്സ് സ്ട്രക്ചേഴ്സ്. അപ്പൊ എൽകി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. പിന്നെ SPMF. SPMF is an open source data mining library written in Java. ജാവയിൽ എഴുതിയിരിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഡാറ്റ മൈനിങ് ടൂൾ ആണിത്. പിന്നെ ഓൾട്രെക്സ്, അതിന്റെയൊക്കെ ഐക്കോൺ ശ്രദ്ധിച്ചു നോക്കി. ഓൾട്രെക്സ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ബിസിനസ് ഇന്റലിജൻസ് ആൻഡ് അനലിറ്റിക്കൽ സൊല്യൂഷൻസ് ഫോർ ദി എന്റർപ്രൈസസ്. എന്റർപ്രൈസസിൽ ബിസിനസ് ഇന്റലിജൻസിനും അനലിറ്റിക്സിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്. ഇറ്റ് ഈസ് എ അതായത് പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബിസിനസ് ലീഡേഴ്സിനും ഡാറ്റ അനലൈസിസിനും ഒക്കെ വേണ്ടി പ്രത്യേക രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ടൂളാണ് ഓൾട്രെക്സ്. ഇറ്റ് ഈസ് എ സ്പെഷ്യലി ഡിസൈൻഡ് ഡാറ്റ ടൂൾ ഫോർ ഡാറ്റ അനലിസ്റ്റ് ആൻഡ് ബിസിനസ് ലീഡേഴ്സ്. അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അനലിറ്റിക്സ് ഫോർ മിഡ് സൈസ് ബിസിനസ്, അതായത് ഇടത്തര ബിസിനസ്സുകാർക്ക് ബിസിനസ്സിനുള്ള അനലിറ്റിക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മിഡ് സൈസ് ബിസിനസിന് വേണ്ടി, എന്നാൽ ലാർജ് ബിസിനസ് അല്ല, മിഡ് സൈസ്. പിന്നെ ഇറ്റ് അലോസ് ആൻ അഡ്ഹോക് അനലൈസിസ്. ഒരു അഡ്ഹോക് അനലൈസിസ് ഇത് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. എന്തായിരിക്കും അഡ്ഹോക് അനലൈസിസ്? അതായത് അഡ്ഹോക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിസിനസ് ഇന്റലിജന്റ് പ്രോസസ് ദാറ്റ് യൂസിങ് ഡാറ്റ ടു ആൻസർ സ്പെസിഫിക് ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻസ്. സ്പെസിഫിക് അല്ലെ ഇമ്മീഡിയറ്റ് വരുന്ന ക്വസ്റ്റ്യൻസിന് പെട്ടെന്ന് ആൻസർ നൽകുന്ന രീതിയിലുള്ള അനലൈസിസ് ഇത് നടത്തുന്നുണ്ട്. പിന്നെ ഇറ്റ് ഓഫേഴ്സ് ഫാസ്റ്റ് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസിംഗ് ഉണ്ട്, ഓട്ടോമേറ്റഡ് ഷെഡ്യൂൾ റിപ്പോർട്ടിംഗ് ഉണ്ട്, ഹൈലി കസ്റ്റമൈസബിൾ ഡാഷ്ബോർഡ് ആയിരിക്കും. അതായത് നല്ലൊരു ഡാഷ്ബോർഡ് ഇത് വാഗ്ദാനം. ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് എന്നാന്ന് അറിയാം അല്ലെ. നമ്മൾ ഈ സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് നമ്മളത് ലോഗിൻ ചെയ്താൽ നമുക്കൊരു പേജ് കാണുമ്പോൾ അവിടെ ഡാഷ്ബോർഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ നല്ലൊരു ഡാഷ്ബോർഡിന് ഈ ഒരു ടൂള് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പിന്നെ എന്റർപ്രൈസ് മൈനർ is a SaaS software which offers cutting edge algorithms designed to help solve the most significant challenges and offers of the best solutions for ബിസിനസ്സിനകത്തെ നമുക്ക് ചാലഞ്ചസും ഓഫറുകളും ഒക്കെ നോക്കാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ ഈ ഒരു എന്റർപ്രൈസ് മൈനർ എന്ന് പറയുന്ന അങ്ങനെ ഒരു ടൂൾസ് യൂസ് ചെയ്യാം. അതായത് അവിടെ കട്ടിംഗ് എഡ്ജ് അൽഗോരിതംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതൊരു ടൈപ്പ് ഓഫ് അൽഗോരിതം ആണ്. അതായത് അഡ്വാൻസ്ഡ് ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട്, ടെക്നിക്കൽ അല്ലെ അഡ്വാൻസ്ഡ് ടെക്നിക്കലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിച്ച് എന്റർപ്രൈസസുകൾ അവരുടെ എന്തെങ്കിലും ചലഞ്ചസ് നമുക്കാണെങ്കിലും നമ്മളിപ്പം ഫ്രീക്വന്റ് ആയിട്ട് ഒരേ സൈറ്റ് യൂസ് ചെയ്യണം, നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നില്ല ഇങ്ങനെ ഓഫറുകളുണ്ട് അല്ലെ പേഴ്സണൽ ലോണുകളൊക്കെ നമ്മളിപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പേഴ്സണൽ ലോണുകൾ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് വിളിക്കാറില്ലേ, അതായത് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് ചെയ്യാറില്ലേ. അപ്പൊ അങ്ങനെയുള്ളതിനാണ് കട്ടിംഗ് എഡ്ജ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത ടൂളാണ് എന്റർപ്രൈസ് മൈനർ. പിന്നെ ഡാറ്റ വാച്ച് ഡെസ്ക്ടോപ്പ് ഈസ് എ ഡാറ്റ മൈനിങ് ആൻഡ് ബിസിനസ് ഇന്റലിജൻസ് സൊല്യൂഷൻ. യൂസ് ചെയ്യുന്നത് ഇറ്റ് അലൗസ് ടു ഫോക്കസ് ഓൺ റിയൽ ടൈം ഡാറ്റ വിഷ്വലൈസേഷൻ. റിയൽ ടൈം ആയിട്ടുള്ള ഡാറ്റ വിഷ്വലൈസ് ചെയ്യാനാണ് ഈ ഡാറ്റ വാച്ച് യൂസ് ചെയ്യുന്നത്. It offers tools to build and deploy their monitoring
and analysis systems without the need to write a single line of code. Features പറഞ്ഞ drag and drop features to build a customized view of data. ഡേറ്റയെ നമുക്ക് ഇഷ്ടാനുസൃതം വ്യൂ നൽകും, എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഐഡന്റിഫൈ ട്രേഡിംഗ് അനോമലീസ്, ട്രേഡിംഗിന്റെ അപാകതകളൊക്കെ നമ്മൾ തിരിച്ചറിയാം. അനലൈസ് ഹൗ ഓൾട്ടർനേറ്റീവ് സിനാരിയോ വിത്ത് അഫക്റ്റ് പെർഫോമൻസ് യൂസിങ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ. ഹിസ്റ്റോറിക്കൽ ഡേറ്റയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ പറ്റും ഡേറ്റ വാച്ച്. റിയൽ ടൈം ഡേറ്റ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റ മൈനിങ് ടൂളാണ് ഡേറ്റ വാച്ച്. അടുത്ത അഡ്വാൻസ്ഡ് മൈനർ. Advanced miner is a tool for data processing, analysis, modeling. User friendly ആയിരിക്കും. Workflow interactive, how allows you to explore various types of data. കേട്ടോ, അതായത് അവിടെ ഫീച്ചേഴ്സ് പറഞ്ഞ എക്സ്ട്രാക്ടിങ്, സേവിംഗ് ഡാറ്റ ഫ്രം ടു ഡിഫറെന്റ് ഡാറ്റാബേസസ്, ഫയൽസ് ആൻഡ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻസ്. Offers various operations of data like sampling, cloning, database, etc. അത് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ അടുത്ത ടൂള് പറയുന്നത് അനലിറ്റിക്സ് സോൾവർ. അനലിറ്റിക്സ് സോൾവർ ഇസ് എ ഫ്രീ ടു യൂസ് പോയിന്റ് ആൻഡ് ക്ലിക്ക് ടൂൾ. അണ്ടർലൈൻ ചെയ്യണം, ഫ്രീ ടു യൂസ് ആണ്, അതുപോലെ അതായത് ഓപ്പൺ സോഴ്സ് ആയിരിക്കും. പോയിന്റ് ആൻഡ് ക്ലിക്ക് ടൂൾ. ഇറ്റ് അലൗസ് us to do risk analysis and prescriptive analytics in your browser. എന്തൊക്കെയായിരിക്കും റിസ്ക് അനലൈസിസും പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സും കൊണ്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് റിസ്ക് അനലൈസിസ് എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ, പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ടോന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. പൊട്ടൻഷ്യൽ റിസ്ക് എന്ന് വെച്ചാൽ ബിസിനസ്സിൽ ഇപ്പൊ എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടോ എന്ന് വിലയിരുത്തുക. നമ്മൾ കാഴ്ചയായിട്ട് കാണുക, എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടോ എന്ന് വിലയിരുത്തുന്നുണ്ട്. അതുപോലെ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ലഘൂകരിക്കാൻ ചെയ്യുന്ന ഒരു ഡേറ്റ അനലിറ്റിക്സ് ടൂൾസ് ആണ് അനലിറ്റിക്സ് സോൾവർ. അനലിറ്റിക്സ് സോൾവർ നോട്ട് ചെയ്ത് വെക്കുക. പോയിന്റ് ആൻഡ് ക്ലിക്ക് ടൂൾ ഓപ്പൺ സോഴ്സ് ആണ്, ഡാറ്റ മൈനിങ് ജോബ് ചെയ്യാൻ വേണ്ടി. അതായത് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, അതായത് എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടോ എന്ന് അതിനെ നോക്കി വിലയിരുത്തുന്നുണ്ട്. ഉണ്ടെങ്കിൽ അതിനെ ലഘൂകരിക്കാൻ പറ്റുകയും ചെയ്യും ഈ ഒരു അനലിറ്റിക്കൽ സോൾവർ ഉപയോഗിച്ചുകൊണ്ട്. അതായത് ഹെൽപ്സ് യു ടു ഇൻകോപ്പറേറ്റ് അൺസർട്ടനിറ്റി ആൻഡ് സോൾവ് വിത്ത് സിമുലേഷൻ ഒപ്റ്റിമൈസേഷൻ. അതായത് ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാനൊക്കെ നോക്കും. റോബസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് അലൗസ് ടു ഡിഫൈൻ എ മോണ്ടി കാർലോ സിമുലേഷൻ മോഡലിംഗ് യൂസിങ് എക്സൽ ഫോർമുല. അതായത് എക്സൽ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് മോണ്ടി കാർലോ സിമുലേഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എക്സൽ ഫോർമുല ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്. അതായത് മോണ്ടി കാർലോ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ടെക്നിക്ക് എന്നേ ഉള്ളൂ കേട്ടോ. ദാറ്റ് പ്രിഡിക്ട്സ് പോസിബിൾ ഔട്ട്കംസ് ഫോർ എ അൺസർട്ടൻ ഇവന്റ്. അതായത് ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ടെക്നിക്കാണ് മോണ്ടി കാർലോ. അതൊരു പ്രിഡിക്റ്റീവ് ആണ്, എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇത് യൂസ് ചെയ്താൽ ഇനി ഔട്ട്കം കിട്ടുമോ എന്നുള്ള സാധ്യത ഉണ്ടോ യൂസ് ചെയ്യുന്ന ഒരു പ്രിഡിക്റ്റീവ് ടൂളാണ്. അടുത്തത് പോളി അനലിസ്റ്റ്. പോളി അനലിസ്റ്റ് ഇസ് എ ഡാറ്റ മൈനിങ് ആൻഡ് അനലിറ്റിക്കൽ ടൂൾ ഫോർ എക്സ്ട്രാക്ടിംഗ് ഓപ്ഷണബിൾ നോളേജ് ഹിഡൻ ആൻഡ് ആക്ച്വൽ സ്ട്രക്ചേർഡ് ഓഫ് ദി ഡാറ്റ. അതും ഒരു ഡാറ്റ മൈനിങ് ടൂളാണ്. എക്സ്ട്രാക്ട് ചെയ്യാനും നോളജ് ഹിഡൻ ആയിട്ട് വെച്ചിരിക്കുന്ന ഡാറ്റയെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പോളി ടൂളാണ് പോളി അനലിസ്റ്റ്. ഇറ്റ് ഹെൽപ്സ് ടു ആക്സസ് ഡാറ്റ ഫ്രം വേരിയസ് സോഴ്സസ് ആൻഡ് മെർജ് ഡാറ്റ ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. ആക്സസ് ചെയ്യുന്നുണ്ട്, മെർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെലക്ട് ഫ്രം ബ്രോഡ് സെലക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിവിക്സ് നമ്മൾ ഇന്ന് സാധാരണ കേട്ടിട്ടുള്ള ഒരു ടൂൾ അല്ലേ സിവിക്സ്. സിവിക്സ് is empowering you to make informed decisions with the data scientist and a decision market mind. It allows user to collaborate efficiently and to find solutions faster. അതായത് ഡാറ്റ അനലിസ്റ്റിനെയും ഡിസിഷൻ മാർക്കറ്റിനെയും മനസ്സിൽ വെച്ചുകൊണ്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന ഡിസിഷൻ വരും. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ടൂളാണ് സിവിക്സ്. കാര്യക്ഷമമായിട്ട് നമ്മളെ എഫിഷ്യന്റ്ലി നമ്മളെ അതൊന്ന് സഹകരിക്കാനും വേഗത്തിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താനും ഒരു കൊളാബറേറ്റീവ് ടീമിനെ ഒക്കെ സഹായിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഡാറ്റ മൈനിങ് ടൂൾസ് ആണ് സിവിക്സ്. ഇത് ലാസ്റ്റ് വൺ 25ാമത്തെ ടൂള് ഡിസ്കവറി. Discovery is a workflow oriented software suite. It is based on self-organization maps and multivariate statistics for exploratory data mining and predictive modeling. Data mining and predictive modeling അത് പ്രവചിക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെൽഫ് ഓർഗനൈസിങ് ആയിട്ടുള്ള ഒരു വർക്ക്ഫ്ലോ ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ആണ് ഡിസ്കവറി.
അങ്ങനെ നമ്മളിപ്പോൾ ഡേറ്റ മൈനിങ് എന്താണെന്നാണ് എഴുതി പഠിച്ചത്. അതുപോലെ ഡേറ്റ മൈനിങ് ടൂൾസുകൾ, ഡേറ്റ മൈനിങ് എന്താണെന്ന് പഠിച്ചു, ഡേറ്റ മൈനിങ് ഡേറ്റ വെയർഹൗസ് എന്താണ് ഡിഫറൻസ് ജസ്റ്റ് നോക്കിയതിനു ശേഷം 25 ടൂൾസ് പറഞ്ഞിട്ടുണ്ട്, ഓറഞ്ച് തൊട്ട് ലാസ്റ്റ് ഡിസ്കവറി വരെ. ഇപ്പൊ ഏകദേശം മിക്കതിനകത്തും ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എഴുതിയിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ചില പ്രൊഡക്ഷൻ ആയിരിക്കും, ചിലപ്പം കോറിലേഷൻ ആയിരിക്കാം, ചിലപ്പം കൊളാബറേറ്റീവിനായിരിക്കാം, അനലിസിനായിരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ ഒരു 25 എണ്ണം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടൊന്ന് നോളജ് വേണം ഇതിനെക്കുറിച്ച്. നെക്സ്റ്റ് ഹെഡിങ് 7.8 പറയുന്ന ആപ്ലിക്കേഷൻസ് ഓഫ് ഡേറ്റ മൈനിങ്. അതായത് ഡേറ്റ മൈനിങ് ഇഷ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ഡേറ്റ മൈനിങ് എന്തൊക്കെ ഇഷ്യൂസ് വരാം. ഇറ്റ് റെഫേഴ്സ് ടു, അതൊരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്ത് ആടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഫോളോയിങ് കൈൻഡ്സ് ഓഫ് ഇഷ്യൂസ്. ഫസ്റ്റ് വൺ, മൈനിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോളജ് ഇൻ ഡേറ്റാബേസ്. Different users may be interested in different kinds of knowledge. Therefore, it is necessary for data mining to cover a broad range of knowledge discovery task. അതായത് ഒരു നോളജ് വേണം ഡേറ്റാബേസിനെ കുറിച്ച്, എങ്ങനെയൊക്കെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോളജ് വേണം, എങ്ങനെയൊക്കെ, അതായത് ഡിഫറെന്റ് യൂസേഴ്സ് ആയിരിക്കും വരുന്നത് അല്ലെ. നമ്മളിപ്പോ ഞാനുണ്ട്, നിങ്ങളുണ്ട്, അങ്ങനെ നമുക്ക് പല പല യൂസേഴ്സ് വരും, പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോളജ് വേണം ഡേറ്റാബേസിന്. പിന്നെ ഇന്ററാക്റ്റീവ് മൈനിങ് ഓഫ് നോളജ് അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. ഇത് ഡേറ്റ മൈനിങ് പ്രോസസ് നീഡ്സ് ടു ബി ഇന്ററാക്റ്റീവ് ആയിരിക്കണം, ബിക്കോസ് ഇറ്റ് അലോ യൂസേഴ്സ് ടു ഫോക്കസ് സെർച്ച് ഓഫ് പാറ്റേൺസ്, പ്രൊവൈഡിങ് ആൻഡ് റിഫൈനിങ് ഡേറ്റ മൈനിങ് റിസോഴ്സസ് ബേസ്ഡ് ഓൺ ദി റിട്ടേൺഡ് റിസൾട്ട്. അതായത് എപ്പോഴും അതൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് കൊടുക്കണം. ഇനി ഇൻകോർപ്പറേഷൻ ഓഫ് ബാക്ക്ഗ്രൗണ്ട് നോളജ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോളജ് ഇതിനകത്ത് ആവശ്യമാണ്. ബാക്ക്ഗ്രൗണ്ട് നോളജ് മേ ബി യൂസ്ഡ് ടു എക്സ്പ്രസ് ദി ഡിസ്കവേർഡ് പാറ്റേൺസ് നോട്ട് ഓൺലി ഇൻ കൺസൈസ് ടേംസ് ബട്ട് ഇൻ അറ്റ് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. അതായത് നമുക്കൊരു ഇതിന്റെ പാറ്റേൺ, അതായത് നമുക്ക് അടുത്ത പാറ്റേണിനെ കുറിച്ച് പറയുന്നത് ക്ലസ്റ്റർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പാറ്റേൺ ആയിട്ടൊക്കെ വരും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് എന്തിനെ വേണം, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ ഡേറ്റ മൈനിങ് കൊറി ലാംഗ്വേജ് ആണ് അഡ്ഹോക് ഡേറ്റ മൈനിങ്. ഇത് നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്ന കൊറി ലാംഗ്വേജിനെ കുറിച്ചൊക്കെ നോളജ് വേണം. അതുപോലെ അഡ്ഹോക് ടാസ്ക്, അഡ്ഹോക് എന്ന് പറയുമ്പോൾ ഒറ്റത്തവണ ചോദ്യങ്ങൾക്കുള്ള നിർദ്ദിഷ്ട ഉത്തരങ്ങൾ നമ്മളവിടെ കൊടുക്കാൻ പറ്റണം. അങ്ങനെ നമ്മൾ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു തവണ ഞാൻ റിക്വസ്റ്റ് അയച്ചെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിപ്ലൈ കിട്ടണം. പ്രസന്റേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ഓഫ് ഡേറ്റ മൈനിങ് റിസൾട്ട്സ്. അതായത് once the pattern has discovered, it needs to be expressed in high level languages and visual representations. അതിനെ പ്രസന്റ് ചെയ്യുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതും നല്ല രീതിയിലായിരിക്കും. ഇതൊക്കെ ആയിരിക്കും അതിന്റെ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ലാസ്റ്റ്, ഹാൻഡ്ലിംഗ് നോയ്സി ഓർ ഇൻകംപ്ലീറ്റ് ഡേറ്റ. അതായത് നമുക്ക് പൂർണ്ണമല്ലാത്ത ഡേറ്റയെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നോക്കണം. അതുപോലെ പാറ്റേൺ ഇവാലുവേഷൻ. പാറ്റേൺ, അതായത് നമുക്കിനി ക്ലസ്റ്റർ ഒക്കെ വരുമ്പോൾ പാറ്റേണിന്റെ ഒരു രീതി പറയുന്നുണ്ട്. എക്സാമ്പിൾ വെച്ച് അടുത്ത ചാപ്റ്റർ പറയുന്നുണ്ട്, ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോളോയിങ് കൈൻഡ്സ് ഓഫ് ഇഷ്യൂസ്. അതായത് ഡേറ്റ മൈനിങ് ഇഷ്യൂസ് എന്തൊക്കെ വരാം നമ്മൾ, അതായത് അതിനെക്കുറിച്ച് നോളജ് വേണം, ബാക്ക്ഗ്രൗണ്ട് നോളജ് വേണം, ഇന്ററാക്റ്റീവ് ആയ യൂസർ ഇന്റർഫേസ് വേണം, അതുപോലെ കൊറി ലാംഗ്വേജ് ഒക്കെ നല്ല രീതിയിൽ പ്രോസസ് ചെയ്യണം, നോയ്സി ഡേറ്റയൊക്കെ അവോയ്ഡ് ചെയ്ത് വിടണം, ഇൻകംപ്ലീറ്റ് ഡേറ്റയൊക്കെ, അതുപോലെ പാറ്റേൺ ഇവാലുവേഷൻ ഒക്കെ നിലനിർത്തണം എന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ പെർഫോമൻസ് ഇഷ്യൂ, എഫിഷ്യൻസി ആൻഡ് സ്കെയിലബിലിറ്റി ഓഫ് ഡേറ്റ മൈനിങ് അൽഗോരിതംസ് യൂസ് ചെയ്യണം. പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഇൻക്രിമെന്റൽ മൈനിങ് അൽഗോരിതംസും അതിന്റെ പെർഫോമൻസ് കൂട്ടാം എന്നുള്ള കാര്യങ്ങളോട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് 8 എടുക്കാം. അപ്പൊ യൂണിറ്റ് 7 ഇത്രയേ ഉള്ളൂ. ഡേറ്റ മൈനിങ് ആണ്, ഡേറ്റ മൈനിങ് ടൂൾസും എന്താന്ന്. ഒരു 25 ടൂളിനെ കുറിച്ചുണ്ടെങ്കിൽ ഒരു 10 ടൂളിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് നോളജ് വേണം. അത്രയും പഠിച്ചാൽ മതി. സെക്കൻഡ് ചാപ്റ്റർ, ബ്ലോക്ക് 3 സെക്കൻഡ് ചാപ്റ്റർ, യൂണിറ്റ് 8, ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്. എന്തായിരിക്കും ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാല്? പ്രീ പ്രോസസ്സിംഗ് അല്ലേ? എന്തായിരിക്കും? അതായത് ഒരു ഡേറ്റ സെറ്റിൽ നിന്നുണ്ട്. ഇപ്പൊ ഡേറ്റ സെറ്റ് തന്നെ നമുക്കറിയാം, ഒരു ഡേറ്റ സെറ്റിൽ നിന്നുണ്ട് ഇൻകംപ്ലീറ്റ് അല്ലെ ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റയെ അല്ലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡേറ്റയെ ഡിറ്റക്ട് ചെയ്ത് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവയെ നമുക്ക് മോഡിഫൈ ചെയ്ത് റീപ്ലേസ് ചെയ്യുക ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഭാഗം വായിച്ചു നോക്കിയാൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡേറ്റ സെറ്റിൽ നിന്നുണ്ട് നമുക്ക് ഇൻകംപ്ലീറ്റോ ഡേറ്റ
ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ ഇൻആക്യുറേറ്റോ ആയിട്ടുള്ള ഒരു ഡേറ്റയെ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യമേ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ അതിനെ തിരുത്തുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ട് വിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ താഴെ പ്രീ പ്രോസസ്സിംഗ് എന്തിനാ ഈ പ്രീ പ്രോസസ്സിംഗിന്റെ ആവശ്യകതയെ കുറിച്ച് കുറെ പോയിന്റ്സുകൾ പറയുന്നുണ്ട്. അൺഫിനിഷ്ഡ് ഡേറ്റ ക്യാൻ അറൈസ് ഫ്രം എ നമ്പർ ഓഫ് റീസൺസ്. ഇംപ്രൂവ് ആട്രിബ്യൂട്ട്സ് കാനോട്ട് ഓൾവേസ് ബി യൂസബിൾ. അതായത് പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് എല്ലായ്പ്പോഴും ഉപയോഗിക്കാതെ പറ്റാതെ വരുമ്പോൾ അത് അൺഫിനിഷ്ഡ് ഡേറ്റയായി മാറും. അതുപോലെ വാലിഡ് ഡേറ്റ കാനോട്ട് ബി റെക്കോർഡഡ്. നമുക്ക് വാലിഡ് ഡേറ്റ റെക്കോർഡ് ചെയ്യാതെ വരും, അപ്പം മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാം. ഡേറ്റ ദാറ്റ് ഡിസ്പ്യൂട്ടഡ് അതർ റെക്കോർഡഡ് ഡേറ്റ ഷുഡ് ഹാവ് ബീൻ ഡിസ്കാർഡ്. റെക്കോർഡ് ചെയ്ത് വെച്ച് ഡേറ്റയെ തകർക്കുന്ന ഡേറ്റയെ ഡിസ്കാർഡ് ചെയ്ത് വിടുക. പിന്നെ നമുക്ക് ഡേറ്റ കളക്ഷൻ ടെക്നിക്സ് മേ ബി അൺറിലബിൾ. നമുക്ക് ചിലപ്പോൾ ഡേറ്റ കളക്ഷൻ ടെക്നിക്സ് വിശ്വാസം ഇല്ലാതെ വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ആവശ്യമായിട്ട് വരും. അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ പ്രീ പ്രോസസ്സിംഗ്, ഇപ്പൊ പ്രീ പ്രോസസ്സിംഗ് ചെയ്യണമെങ്കിൽ ഡേറ്റയെ നമ്മൾ അതിന് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഡേറ്റ ക്ലീൻ. ഡേറ്റയെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇൻകറക്റ്റ്, ഇൻകംപ്ലീറ്റ്, ഇന്നാക്യുറേറ്റ് ഡേറ്റ ആൻഡ് ഓൾസോ റീപ്ലേസസ് മിസ്സിംഗ് ഡേറ്റ. അതാണല്ലോ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ ക്ലീനിങ് കൊണ്ട് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യുക? ഈ ഡേറ്റ ക്ലീനിങ് അല്ലെ ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിന് ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ മിസ്സിംഗ് വാല്യൂസ്. സെക്കൻഡ് വൺ നോയ്സി ഡേറ്റ. മിസ്സിംഗ് വാല്യൂസ്, നോയ്സി ഡേറ്റ. 8.13 ഡേറ്റ ക്ലീനിങ് ആസ് എ പ്രോസസ്. അത് നമുക്ക് മിസ്സിംഗ് വാല്യൂസും അതുപോലെ നോയ്സി ഡേറ്റ എന്നാന്ന് നോക്കാം. ഈ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോണം, ഇത് ഇവിടെ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. മിസ്സിംഗ് വാല്യൂസും നോയ്സി ഡേറ്റയും. ഇപ്പൊ മിസ്സിംഗ് വാല്യൂസ് എന്ന് പറഞ്ഞാല് അതായത് some tuples have no significance mentioned to a range of attributes such as consumer income. We are going to fill up a vacant values. അതായത് നമുക്ക് മിസ്സിംഗ് വാല്യൂസ് എന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോ ആവശ്യമില്ലാത്ത ചില ടപ്പിൾസിലൊക്കെ പ്രാധാന്യമില്ലാത്ത ആട്രിബ്യൂട്ട്സുകൾ കാണും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ മിസ്സിംഗ് വാല്യൂസ് എന്നുള്ള ആ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ചില ടപ്പിൾസ് മീൻസ് റോസില് കുറെ ഡേറ്റകൾ കാണുമല്ലോ. അപ്പൊ ആവശ്യമില്ലാത്ത ചില ഫീൽഡുകൾ കാണും. അതായത് ഒരു കസ്റ്റമറിന്റെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന്റെ ഇൻകം ആവശ്യമില്ലാത്ത ഫീൽഡുകൾ വരാം, ആവശ്യമില്ലാത്ത ചിലപ്പം ഡേറ്റാബേസുകൾ വരാം. അങ്ങനെ നമുക്ക് മിസ്സിംഗ് വാല്യൂസ് എന്ന് പറയാം. അപ്പൊ ദി ഫോളോയിങ് മെത്തേഡ്സ് എക്സിക്യൂട്ട് മിസ്സിംഗ് വാല്യൂസ് ഓവർ എ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ്. ഫസ്റ്റ് വൺ ഇഗ്നോർ ദി ടപ്പിൾ. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് വിടുക. ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി എന്തിന്റെ സാധനം വാങ്ങിച്ച് നമ്മൾ അവിടെ ബില്ല് എടുത്തിട്ട് നമ്മളുടെ പേര് ചിലപ്പോൾ അവിടെ ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും, അല്ലെ ഒരു ട്രാൻസാക്ഷൻ നമ്പർ കാണും. പക്ഷെ ആ ഒരു കടയിൽ ഇപ്പൊ നമ്മളുടെ ഇൻകം അവിടെ നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല, അല്ലെ? അങ്ങനെ വരുമ്പോ അപ്പൊ ഇഗ്നോർ ദി ടപ്പിൾ. ദിസ് ഈസ് യൂഷ്വലി ഡൺ ഇൻ ദി ഫസ്റ്റ് the class label is missing. This solution is not quite good since the tuple contains several attributes with the missing values. It is really unfortunate since the percentage of values missed per variable varies greatly. അതായത് അങ്ങനെ എന്തെങ്കിലും നമുക്ക് വരുവാണെങ്കിൽ, അതായത് നമുക്കിപ്പം നമ്മളൊരു കൺസ്യൂമർ ആണ്, നമ്മൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചു ആണെങ്കിൽ അവിടെ നമ്മുടെ ഇപ്പൊ ഡീറ്റെയിൽസ് കൊടുത്തു. നമ്മളിപ്പോ ചിലപ്പോൾ നമ്മുടെ പേര് കൊടുക്കണം, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം, അല്ലെ അഡ്രസ്, എന്നിട്ടായിരിക്കും നമുക്കൊരു ബില്ല് വല്ല ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരിടത്ത് നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ ഇൻകം കൊടുക്കേണ്ട കാര്യമില്ല, അല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ആ ടപ്പിള് ഇഗ്നോർ ചെയ്ത് വിടുക. അപ്പൊ അതൊരു ഡേറ്റ ക്ലീനിങ് പ്രോസസ് എന്ന് പറയാം. പിന്നെ ഫീൽ ദി മിസ്സിംഗ് വാല്യൂസ് മാനുവലി. മിസ്സിംഗ് വാല്യൂസ് എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ കൊടുക്കേണ്ട വാല്യൂസ് കാണും, അതുണ്ടെങ്കിൽ അത് മാനുവലി നമ്മളത് ഫില്ല് ചെയ്തു. അതേ സമയബന്ധിതമായിട്ട് നമുക്ക് ചിലപ്പോൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ കാണും. അതായത് ദിസ് അപ്രോച്ചസ് ഈസ് ടൈം ഇന്റൻസീവ് ആൻഡ് മൈറ്റ് നോട്ട് ബി ഫീസിബിൾ ഡ്യൂ ടു വൈഡ് റേഞ്ച് ഓഫ് ഡേറ്റ വിത്ത് മെയിൻ മിസ്സിംഗ് വാല്യൂസ്. അതായത് ഇത് സമയബന്ധിതമായിട്ട് നമ്മൾ ചിലപ്പോൾ മാനുവലി അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ യൂസ് ഓഫ് ഗ്ലോബൽ കോൺസ്റ്റന്റ് ഫില്ലിംഗ് ദി മിസ്സിംഗ് വാല്യൂസ്. ചിലപ്പോൾ നമുക്ക് ഈ മിസ്സിംഗ് വാല്യൂസിന്
നമ്മൾ അതൊരു ഗ്ലോബൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാം. അതായത് റീപ്ലേസ് ഓൾ മിസ്സിംഗ് ആട്രിബ്യൂട്ട്സ് വിത്ത് സെയിം കോൺസ്റ്റന്റ് സച്ച് ആസ് അൺനോൺ. ചിലപ്പോൾ ചില ഫീൽഡുകൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അൺനോൺ, നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ അൺനോൺ എന്നല്ലേ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ കൊടുക്കാം. യൂസ് ദി ആട്രിബ്യൂട്ട് മെയിൻ ടു ഫിൽ ദി മിസ്സിംഗ് വാല്യൂസ്. അതായത് മിസ്സിംഗ് വാല്യൂസിനെ പൂരിപ്പിക്കുന്നതിന് ശരാശരി ആട്രിബ്യൂട്ടുകൾ തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത്. യൂസ് ദി മെയിൻ ആട്രിബ്യൂട്ട് ഫോർ ഓൾ സാമ്പിൾസ് ബിലോങ് ടു ദി സെയിം ക്ലാസ് ആസ് ദി ഗിവൺ ടപ്പിൾ. അതായത് തന്നിരിക്കുന്ന ടപ്പിൾസിലെ അതേ ക്ലാസ്സിൽ പെടുന്ന എല്ലാ സാമ്പിൾസുകൾക്കും ശരിയായ ആട്രിബ്യൂട്ടുകൾ നൽകിക്കോണം. നമുക്കിപ്പോൾ കുറെ ടപ്പിൾസ് തന്നിട്ടുണ്ട്, അപ്പൊ അതേ ക്ലാസ്സിൽ പെടുന്ന എല്ലാ സാമ്പിളുകൾക്കും അതായിട്ടുള്ള ആട്രിബ്യൂട്ട്സുകൾ കൊടുക്കുക. യൂസിങ് ദി മോസ്റ്റ് ലൈക്ലി മീനിങ് ടു ഫിൽ ഇൻ ദി മിസ്സിംഗ് വാല്യൂസ്. മിസ്സിംഗ് വാല്യൂസിനെ പൂരിപ്പിക്കുന്നതിനായിട്ട് മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള മീൻ യൂസ് ചെയ്യണം. മിസ്സിംഗ് വാല്യൂസിനെ ഫില്ല് ചെയ്യും. ചിലപ്പോൾ നമുക്ക് മിസ്സിംഗ് വാല്യൂസ് സമയബന്ധിതമായി കൊടുക്കേണ്ടി വരും, അപ്പോൾ അവിടെ നമ്മൾ മീനിങ് ആയിട്ടുള്ളത് കൊടുക്കുക. അങ്ങനെയാണ് മിസ്സിംഗ് വാല്യൂസിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഇനി നോയ്സി ഡേറ്റ കാണും, മിസ്സിംഗ് വാല്യൂസ് കാണും, അപ്പൊ അതിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് മനസ്സിലായത്. ഇനി നോയ്സി ഡേറ്റ കാണും. നോയ്സി ഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൂ റാൻഡം എറേഴ്സ് ആയിരിക്കും, അല്ലെ ഇൻകൺസിസ്റ്റന്റ് ഡേറ്റയാണ് നമ്മൾ നോയ്സി ഡേറ്റ എന്ന് പറയുന്നത്. നോയ്സി ഡേറ്റ ഇസ് മെഷേർഡ് റാൻഡം എറർ ഓഫ് വേരിയൻസ് ഇൻ ദി വേരിയബിൾ. റാൻഡം എറർ ഓഫ് ഇൻകൺസിസ്റ്റന്റ് ഡേറ്റയാണ് നമ്മൾ നോയ്സി ഡേറ്റ എന്ന് പറയാൻ പറ്റും. നോയ്സ് ഈസ് മിനിമൈസ്ഡ് ബൈ ടെക്നിക്സ് ഓഫ് ഡേറ്റ സ്മൂത്തിങ്. അപ്പൊ നോയ്സി ഡേറ്റ നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നാ പറഞ്ഞത്. ഒന്ന് ബിന്നിങ് ഉണ്ട്. ബിന്നിങ് തന്നെ പല രീതി ചെയ്യാം. ബിന്നിങ് ഒറ്റ മെത്തേഡേ ഉള്ളൂ. റിഗ്രഷൻ, ബിന്നിങ് റിഗ്രഷൻ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നോയ്സി ഡേറ്റ എന്ന് മനസ്സിലായി. ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ അല്ലെങ്കിൽ റാൻഡം എറേഴ്സ് ഒക്കെ വരുന്ന ഡേറ്റ ആയിരിക്കാം നോയ്സി ഡേറ്റ. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബിന്നിങ് ഓർ ബക്കറ്റിംഗ്. ബക്കറ്റിംഗ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ബിന്നിങ് എന്ന് പറഞ്ഞ ഒരു പ്രീ പ്രോസസ്സിംഗ് ടെക്നിക്കാണ്, ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ടെക്നിക്കാണ് ബിന്നിങ്. അതായത് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിന്നിങ് യൂസസ് ദി നെയ്ബർഹുഡ് ടു സ്മൂത്ത് ദി സ്റ്റോറേജ് വാല്യൂ ഓഫ് ദി റെക്കോർഡ്സ്, ദാറ്റ് ഈസ് വാല്യൂസ് അറൌണ്ട് ഇറ്റ്. Sorted values are split into buckets and bins. Since binning methods consult the value community, local smoothing is carried out. എന്ന് പറഞ്ഞാൽ ബിന്നിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രീ പ്രോസസ്സിംഗ് ടെക്നിക്കാണ്. അപ്പൊ സോർട്ട് ചെയ്തതിന് ശേഷം, അതായത് ഡേറ്റയെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് പാർട്ടീഷൻ ചെയ്യുക ഈക്വൽ ഫ്രീക്വൻസിയിൽ. അതാണ് ഈ ബിന്നിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബിന്നിങ് ഓർ ബക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോർട്ട്, അതായത് ഡേറ്റയെ നമ്മൾ ആദ്യമേ സോർട്ട് ചെയ്യുക. സോർട്ട് ദി ഡേറ്റ ആൻഡ് ഡിവൈഡ് ദ. സോ നമുക്കറിയാം, നമുക്ക് ഒരു കുറച്ച് ഡേറ്റ നമ്മൾ അതിനെ സോർട്ട് ചെയ്തു, അത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക, ഡിസെൻഡിങ് ഓർഡറിൽ. നമുക്ക് ഡേറ്റയുടെ നേച്ചർ അനുസരിച്ച് നമ്മൾ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ സോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനെ പാർട്ടീഷൻ ചെയ്യുക. പാർട്ടീഷൻ ദിസ് ഡേറ്റ ഇൻടു ബേസ് ഓഫ് ഈക്വൽ ഫ്രീക്വൻസീസ് പാർട്ടീഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് സ്റ്റോർഡ് പ്രൈസ് ഡീറ്റെയിൽസ് ഇൻ ഡോളേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടോ? ശ്രദ്ധിച്ചിരുന്നോണേ, ഇമ്പോർട്ടന്റ് ആണ്. 2, 4, 6, 8, 10, 12, 14, 16, 18. 2, 4, 6, 8, 10, 12, 14, 16, 18. അപ്പൊ നമുക്ക് ഒരു കുറെ ഡേറ്റ് ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി അല്ലെ? നമ്മളൊരു ഈ നമ്പറിംഗ് ഇട്ട് പറയാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ നമ്പറിംഗ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ എങ്ങനെയാണ് സ്മൂത്തനിങ് ചെയ്യുന്നതെന്നാ പറയുമ്പോൾ, ഇത് 2, 4, 6, 8, 10 എന്നുള്ളത് ഡേറ്റയെ നമ്മൾ അവിടെ സോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ സോർട്ടിങ്ങിലാണ് നിൽക്കുന്നത് അല്ലെ? അതൊരു അസെൻഡിങ് ഓർഡറിൽ സോർട്ടിങ്ങിലാണ് നിൽക്കുന്നത്. അവിടെ നമ്മൾ എന്തെങ്കിലും സ്മൂത്തിങ് പ്രോസസ് നടക്കുക. സ്മൂത്തിങ് എന്ന് പറയാൻ റിമൂവിംഗ് എറേഴ്സ് ഓർ വാല്യൂസ് ആൻഡ് റീപ്ലേസിംഗ്. നമുക്കൊന്നും ഇപ്പോൾ റീപ്ലേസ് ചെയ്യാനൊന്നും ഇല്ല. നമ്മളവിടെ കറക്റ്റ് ആയിട്ട് ഡോളറിൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ പാർട്ടീഷൻ ചെയ്യുക ഈക്വൽ ഫ്രീക്വൻസിയിൽ. ആ 2, 4, 6, 8 തൊട്ട് 18 വരെ ഈക്വൽ ഫ്രീക്വൻസി പാർട്ടീഷൻ ചെയ്യാൻ പറയാം. എത്ര നമ്പേഴ്സ് ഉണ്ടത്? 9 നമ്പേഴ്സ് ഇല്ലേ? 2 തൊട്ട് 18 വരെ അല്ലെ? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 നമ്പേഴ്സ് ഉണ്ട്. 9 നമ്പേഴ്സ് നമ്മൾ ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യുമ്പോഴാണ് ഒരു റോയില് 3 എണ്ണം വെച്ചല്ലേ വരത്തുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് റോ ബിൻ 1 അല്ലെ ബക്കറ്റ് 1 ഏതായിരിക്കും? 2, 4, 6. ബിൻ 2 8, 10, 12. ബിൻ 3 14, 16, 18. അപ്പൊ അതിനെ പാർട്ടീഷൻ ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബിന്നിങ് പ്രോസസ് നോയ്സി ഡേറ്റയെ നമ്മൾ റീപ്രോസസ് ചെയ്യുന്നത്? ആദ്യമേ ആ തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ ഡേറ്റയുടെ നേച്ചർ അനുസരിച്ച് സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തതിനു ശേഷം അതിനെ പാർട്ടീഷൻ ചെയ്യുക ഈക്വൽ ഫ്രീക്വൻസിയിൽ. ഈക്വൽ ഫ്രീക്വൻസി പാർട്ടീഷൻ ചെയ്യുമ്പോൾ
ഈക്വൽ ഫ്രീക്വൻസി ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കൊടുക്കേണ്ടി വരും. ഈ നമുക്കിപ്പോ തന്നിരിക്കുന്ന എക്സാമ്പിൾ അനുസരിച്ച് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യാം. ഫ്രീക്വൻസി 3 ഇട്ട് പാർട്ടീഷൻ ചെയ്തു. The price data is first sorted and partition into equivalent frequency bins of size 3. ഇനി നമുക്ക് സ്മൂത്തിങ് ബൈ, ഇപ്പൊ നമ്മൾ സ്മൂത്തിങ് ഉള്ള പ്രോസസ്സാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്മൂത്തിങ് ബൈ ബിൻ മീൻ, അതായത് ആവറേജ് കാണുന്ന രീതി നമുക്ക് നോക്കാം. അതായത് ഈ നോയിസി ഡേറ്റയെ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ആവറേജ് കാണുന്നത്. ആവറേജ് കണ്ടപ്പോൾ 444 എന്നായിരിക്കും ബിൻ വണ്ണിൽ അവിടെ നിങ്ങളുടെ നോട്ടിൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അത് ബിൻ 1 444 എന്നാക്കുക. 10 10 10 16 16 16. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അടുത്ത ലൈനിൽ ഇത് പറയുന്നുണ്ട്. ദി മെത്തേഡ് അസ്യൂംസ് ദാറ്റ് എനി വാല്യൂ ഇൻ എ ബിൻ ഈസ് റീപ്ലേസ്ഡ് വിത്ത് മീൻ വാല്യൂ ഓഫ് ദി ബിൻ ആൻഡ് ഈസ് സ്മൂത്ത്ഡ് ബൈ മീൻ. എങ്ങനെയാണ് അതിനെ സ്മൂത്തൻ ചെയ്തത്? മീൻ വാല്യൂ വെച്ച്. മീൻ മീൻസ് അതിന്റെ ഒരു ശരാശരി എടുത്ത് അല്ലെ, ആവറേജ് എടുത്ത് അതിനെ സ്മൂത്തൻ ചെയ്തു. ഇൻ ബിൻ 1 ഫോർ എക്സാമ്പിൾ മീൻ ഓഫ് ഡെഫിനിഷൻ 2 4 6ന്റെ 4 ആണ്. 2 4 6, അതായത് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ 2 4 6 ഇട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് വെച്ചില്ലേ. 2 4 6ന്റെ മീൻ വാല്യൂ എങ്ങനെയാണ്? അത് ആവറേജ് എത്രയാണ്? 4. അതായത് 2നെയും 2 + 4 + 6 എത്രയാകും? 12 അല്ലേ. 6 + 4 10 10 + 2 12 ആണ്. അതിന് എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നല്ലേ ആവറേജ്. 3 നമ്പേഴ്സ് അല്ലേ ഉള്ളത്, 2 4 6. അപ്പൊ 12/30 എന്ന് പറയുന്നത്, സോറി 12/3 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 വെച്ച് റീപ്ലേസ് ചെയ്തു. അതാണ് 444 എന്ന് ആവറേജ് വെച്ച് സ്മൂത്തൻ ചെയ്യുമ്പോൾ 444 എന്നവിടെ വരുന്നു. നിങ്ങളുടെ നോട്ടിൽ 442 എന്നായിരിക്കും, അത് 444 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 8 10 12ന്റെ മീൻ വാല്യൂ ഏതാണ്? 10 ആയിരിക്കും അല്ലേ. 12 8 + 10 18, 18 + 12 എത്ര വരും? 30 വരും. 30/3 10 വരും. അപ്പൊ 10 10 10 എന്ന് കൊടുത്തു. ഇനി ബിൻ 3 എന്ന് പറയുമ്പോൾ 14 16 18. അതിന്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് 16. അതായത് 14 16 കൂടെ 30 വരും. 30 10 48 വരും. 48/3 എന്ന് പറയുന്നത് 16 ആയിരിക്കും. അപ്പൊ 16 വരും. അപ്പൊ എങ്ങനെയാണ് സ്മൂത്തനിങ് ചെയ്തതിനു ശേഷം മീൻ എടുക്കുന്നതെന്ന് ചോദിച്ചാല് ആവറേജ് എടുക്കുക. അങ്ങനെയാണ് ഡേറ്റ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ബിൻ മോഡേഴ്സ് സ്മൂത്ത്, ബോർഡറിനെ നമുക്ക് വേണേൽ സ്മൂത്ത് ചെയ്യാം. അതായത് മാക്സിമം മിനിമം വാല്യൂ ബൗണ്ടഡ് വാല്യൂസ് ഓർ ബോർഡർ വാല്യൂ ആയിട്ട് കൊടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ 4 4 ഫസ്റ്റ് കിടക്കുന്ന 2 2 2 4 6 അല്ലേ. പിന്നെ 8 10 12 അല്ലേ. അതുപോലെ 14 16 18 അങ്ങനെയല്ലേ നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ ബോർഡർ സ്മൂത്ത് ചെയ്യുവാണെങ്കിൽ ബിൻ ബോർഡർ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ മാക്സിമം മിനിമം വാല്യൂ ബൗണ്ടറി വാല്യൂസിന് സൈഡിൽ കൊടുക്കാം. മാക്സിമം മിനിമം വാല്യൂ. അപ്പം 2 4 6ന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 6. മിനിമം വാല്യൂ 2. അപ്പൊ 2 2 6 നമുക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ എക്സാമ്പിൾ 2 2 4 എന്നായിരിക്കും കിടക്കുന്നത്. 2 2 6 എന്നാക്കുക. അടുത്ത എക്സാമ്പിൾ 8 10 12ന്റെ മാക്സിമം വാല്യൂ 12, മിനിമം വാല്യൂ 8 ആണെങ്കിൽ നമുക്ക് 8 12 12 കൊടുക്കാം. ഇനി 8 8 12 എന്ന് വേണേലും കൊടുക്കാം. ഇനി 14 16 18 എന്ന് പറയുന്നതിന്റെ മിനിമം വാല്യൂ 14, മാക്സിമം വാല്യൂ 18 ആണെങ്കിൽ 14 14 18 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ 14 18 18 എന്ന് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബോർഡർ വെച്ച് സ്മൂത്തിങ് ചെയ്യും. അപ്പം ഈ ഒരു മെത്തേഡ് ഇങ്ങനെ വെച്ചാണ് നോയിസി ഡേറ്റയെ നമുക്ക് പ്രീ പ്രോസസ്സിങ് ചെയ്യുന്നതെന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി? അപ്പൊ നമുക്ക് അതായത് എങ്ങനെയാണ് എന്താണ് നോയിസി ഡേറ്റ? നോയിസി ഡേറ്റ എന്ന് പറഞ്ഞാൽ റാൻഡം എറേഴ്സ് അല്ലെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡേറ്റയാണ് നോയിസി ഡേറ്റ എന്ന് പറയുന്നത്. നോയിസി ഡേറ്റയെ നമ്മൾ പ്രീ പ്രോസസ് ചെയ്യുന്നത് ബിന്നിങ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, ഓർ ബക്കറ്റിംഗ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ നമ്മൾ ആദ്യമേ സോർട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ അതിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. നമുക്ക് 9 നമ്പേഴ്സ് ആണ് ഇതിനകത്ത് നമ്മൾ അതിനെ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. അപ്പൊ 2 4 6 ഒരു റോയിൽ വന്നു, ഒരു ബിന്നിൽ ഒരു ബക്കറ്റ് വന്നു. പിന്നെ 8 10 11 അടുത്ത ബക്കറ്റ് വന്നു. 14 16 18 അടുത്ത ബക്കറ്റ് വന്നു. അതിനുശേഷം നമ്മൾ അതിനെ മീൻ കണ്ടു. മീൻ മീൻസ് ആവറേജ് കണ്ടു. ആവറേജ് എന്ന് പറയുന്നത് ഇത് 3 കൂട്ടിയിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ എഴുതി വെച്ചു. പിന്നെ ഉള്ളത് ബോർഡർ സ്മൂത്ത് ചെയ്യുക. അതായത് ബോർഡർ സ്മൂത്ത് ചെയ്യാൻ മിനിമം മാക്സിമം വാല്യൂ ഇട്ട് ബോർഡർ സ്മൂത്ത് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്താണ് നോയിസി ഡേറ്റ കണ്ടുപിടിക്കുന്നതെന്നാണ്, നോയിസി ഡേറ്റയിൽ നമ്മൾ പ്രീ പ്രോസസ്സിംഗ് നടത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത എക്സാമ്പിൾ നിങ്ങൾ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാം.
ഡിലീറ്റ് ദി നോയ്സി ഡേറ്റ, സ്മൂത്തിങ് ടെക്നിക്സ് ഫ്രം ഫോളോയിങ് ഡേറ്റ. നിങ്ങളോട് ഇപ്പൊ എക്സാമിൽ പറഞ്ഞു ഒരു ലിസ്റ്റിംഗ് തന്നിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരിക, ഡിലീറ്റ് നോയ്സ് വിത്ത് സ്മൂത്തിങ് ടെക്നിക് ഫ്രം ദി ഫോളോയിങ് ഡേറ്റേഴ്സ്. അത് തന്നെ സ്മൂത്തിങ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞ കുറെ ഡേറ്റ ഇങ്ങനെ തന്നാല് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, അതിനെ സോർട്ട് ചെയ്യുക, സോർട്ട് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുക, സ്മൂത്തനിങ് ബൈ മീനിങ് ചെയ്യുക, സ്മൂത്തനിങ് ബൈ ബൗണ്ടറി ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ എക്സാമ്പിളില് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് 4, 2, 6, 10, 8, 16, 12, 24, 22, 14, 26. അപ്പൊ ആ തന്നിരിക്കുന്ന ഡേറ്റ ആദ്യമേ സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? സോർട്ട് പ്രൈസസ് ഡീറ്റെയിൽസ് 2, 4, 6, 8, 10, 12, 14, 16, 22, 24, 26 ഫസ്റ്റ് അതിനെ സോർട്ട് ചെയ്യും. ശ്രദ്ധിച്ചിരുന്നോണം. സോർട്ട് ചെയ്തതിന് ശേഷം പാർട്ടീഷൻ ചെയ്യുക. അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യുക. അതായത് നമുക്ക് നോക്കാം അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 ഡേറ്റയെ നമ്മൾ എങ്ങനെ ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യും? 12 ഉണ്ടെങ്കിൽ ഒരു റോയിൽ 3 എണ്ണം കൊടുക്കായിരുന്നു. അപ്പൊ 11 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിനെ റിപ്പീറ്റ് ചെയ്ത് വെക്കണം. അതായത് ബിന്ന് 1 ഈക്വൽ ആക്കാൻ വേണ്ടി ബിന്ന് 1 നമ്മൾ 2, 4, 6, 8 എഴുതി. ബിന്ന് 2-ന് ഈക്വൽ ആക്കാൻ 10 നമ്മൾ 2 തവണ ഫ്രീക്വൻസി കൊടുത്തു, 2 തവണ എഴുതി. 10, 10, 12, 14. പിന്നെ ബിന്ന് 3-ല് 16, 22, 24, 26. അപ്പൊ മൊത്തം നമ്മുടെ ഡേറ്റ 12 എണ്ണം വന്നു. ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് വെച്ചു. ഇനി സ്മൂത്തനിങ് ചെയ്യുക. സ്മൂത്തനിങ് ചെയ്യുമ്പോൾ 2, 4, 6, 8 ഇതിനെ കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 നമ്പേഴ്സ് അല്ലേ. അപ്പൊ 2, 4, 6, 8 കൂട്ടുമ്പോൾ 20 വരും. 20/4 5 വന്നു. അപ്പൊ അതിന് നമ്മൾ മീൻ കൊണ്ട് സ്മൂത്തൻ ചെയ്ത് പറയാം 5, 5, 5 എഴുതി. പിന്നെ 10, 10, 12, 14 നമ്മൾ മെയിൻ വാല്യൂ എന്ന് പറയുന്ന 16/4, 46/4, 11 വരും. അങ്ങനെ 11, 4 പ്ലേസിൽ എഴുതി. പിന്നെ 16, 22, 24, 26 എന്ന് പറയുന്നത് അതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 88 ആണ്. 88/4 എന്ന് പറഞ്ഞാൽ 22 ആണ്. അപ്പൊ 22 നമ്മൾ അവിടെ എല്ലാം പ്ലേസ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ അതിനെ സ്മൂത്ത് ചെയ്ത് മീൻ മീൻസ് ആവറേജ് കൊണ്ട് സ്മൂത്ത് ചെയ്തു. ഇനി നമ്മൾ ബൗണ്ടറീസ് സ്മൂത്ത് ചെയ്യുക. ബൗണ്ടറീസ് സ്മൂത്ത് ചെയ്യുക എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ മിനിമം വാല്യൂ വെച്ച് സ്മൂത്ത് ചെയ്യുക, അല്ലെ മാക്സിമം വാല്യൂ വെച്ച് സ്മൂത്ത് ചെയ്യുക. ആദ്യത്തെ മിനിമം വാല്യൂ 2ഉം അവസാനത്തെ 8ഉം ആണെങ്കിൽ 2, 2, 2, 8. അടുത്തത് 10ഉം 14ഉം. അപ്പൊ 10, 10, 14 പോലെ. അടുത്ത 16, 26. അപ്പൊ 3 16ഉം ഒരിടത്ത് 26ഉം കൊടുത്തു. അതിലെ ഫസ്റ്റ് 16ഉം ബാക്കിയുള്ളത് 26ഉം കൊടുക്കാം, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ച് വെക്കുക കേട്ടോ. അതായത് സ്മൂത്തിങ് ചെയ്യുന്ന എങ്ങനെയാണ്, നോയ്സി ഡേറ്റ സ്മൂത്തിങ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഇങ്ങനെ തരും. സോർട്ട് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുക. ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഒരു നമ്പർ കൂടെ ഇടയ്ക്ക് ആഡ് ചെയ്ത് പാർട്ടീഷൻ ചെയ്യുക. ആ പാർട്ടീഷൻ ചെയ്തതിനെ മീൻ ചെയ്യുക. മീൻ മീൻസ് ആവറേജ് കാണുക. എന്നിട്ട് ആ വരുന്ന നമ്പേഴ്സ് വെച്ച് അതിന്റെ ഫ്രീക്വൻസി എടുത്ത് എഴുതി വെക്കുക. പിന്നെ പിൻ ബൗണ്ടറീസ് വെച്ച്, അതായത് ബൗണ്ടറി മിനിമം വാല്യൂ മാക്സിമം വാല്യൂ വെച്ച് ചെയ്യുക. ഈസി ആയിട്ട് മനസ്സിലാക്കി എടുത്തോണം കേട്ടോ. പിന്നെ അടുത്തൊരു മെത്തേഡാണ് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ പ്രഡിക്ഷൻ ഓഫ് ഡേറ്റയാണ്. ന്യൂമറിക്കൽ പ്രഡിക്ഷൻ ഓഫ് ഡേറ്റയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സ്മൂത്തനിങ് ചെയ്യുക. റിഗ്രഷൻ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്താണ് ഈ സ്മൂത്തിങ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നിട്ടില്ല, നമ്മളോട് സാധാരണ സ്മൂത്തിങ്ങിന്റെ പറഞ്ഞിട്ടുള്ളൂ. അത് 2 തരത്തിലുണ്ട്, ലീനിയർ ഉണ്ട്, മൾട്ടിപ്പിളും ഉണ്ട്. അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. ലീനിയർ എന്ന് പറഞ്ഞാല് ലൈൻസ് ഓഫ് 1 ആട്രിബ്യൂട്ട് ക്യാൻ ബി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദി അതർ. അതായത് 1 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും ലീനിയർ. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് കാണും. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ ലീനിയർ റിഗ്രഷൻ പറയും. അത് കൂടുതലുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ പറയും. അപ്പൊ റിഗ്രഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ന്യൂമറിക്കൽ പ്രൊഡക്ഷൻ ഓഫ് ഡേറ്റയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. പിന്നെയുണ്ട് ക്ലസ്റ്ററിങ്. ക്ലസ്റ്ററിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഫിഗറിലോട്ട് നോക്കി, അടുത്ത പേജിലെ ഫിഗറിൽ നോക്കിയേ, കുറെ കൂട്ടമായിട്ട് കിടക്കുന്നുണ്ട്. അത് കളറുള്ള പ്രിന്റ് എടുത്തേക്കുവാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ. ചിലതിന് ഇച്ചിരി കളർ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതായത് clustering means similar data items are grouped into one place. Dissimilar items are outside the cluster. അതായത് ഒരു കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്കിപ്പം ഒരേ കളറിനുള്ള എല്ലാം കൂടെ ഒരുമിച്ചാക്കുക, ഡിഫറെന്റ് കളറുള്ള ഡിഫറെന്റ് ആക്കുക. അപ്പൊ അതിനാണ് ക്ലസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലസ്റ്ററിംഗ് ഔട്ട്ലയേഴ്സ് മേ ബി ഡിറ്റക്ടഡ് ഇൻ ദി സെയിം വാല്യൂസ് ആർ ക്ലസ്റ്റർഡ് ഇൻ ദി ഗ്രൂപ്പ്സ് ഓഫ് ക്ലസ്റ്റേഴ്സ്. അതായത് ഒരു വലിയൊരു ഡേറ്റ ആയിരുന്നു, സിമിലർ ആയിട്ടുള്ളതിനെല്ലാം നമ്മൾ ഒരിടത്ത് പ്ലേസ് ചെയ്യുന്നു, ഡിസിമിലർ ആയിട്ടുള്ളതിനെല്ലാം വേറൊരിടത്ത് പ്ലേസ് ചെയ്യുന്നതിനാണ് ക്ലസ്റ്ററിന്റെ ഔട്ട് സൈഡ് പ്ലേസ് ചെയ്തു.
അതായത് നിങ്ങൾ ഇപ്പോൾ ഓർത്താൽ വലിയ ഡേറ്റയ്ക്കകത്തുന്നുണ്ട് ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ നമ്മൾ F4M കൊടുക്കും, ചിലർ A ഓർ B എന്നും കൊടുക്കും, ചില ഡാറ്റാബേസിൽ A ഓർ B, A മീൻസ് F ഉം B അല്ലെ T മീൻസ് F ഉം അങ്ങനെ T ഓർ F എന്ന് കൊടുക്കാറില്ലേ, ട്രൂ ഓർ ഫോൾസ്. അപ്പം F4M എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പിലാക്കുക. അല്ലാത്ത എന്തെങ്കിലും കൊണ്ട് നമ്മൾ അതിനെ ഡാറ്റാ പോയിന്റ് ആയിട്ട് ഔട്ട്സൈഡ് ക്ലസ്റ്ററിലായിട്ട് വിട്ടുപോവുക. അങ്ങനെ നമുക്ക് ക്ലസ്റ്ററിങ് നടത്താം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് ഡേറ്റയാണ്. പിന്നെയുള്ള ഡാറ്റ ക്ലീനിങ് ആസ് എ പ്രോസസ്. ഡാറ്റ ക്ലീനിങ് ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ അവിടെ 2 സ്റ്റെപ്സ് പറയുന്നുണ്ട്, ഡിസ്ക്രീപ്പൻസി ഡിറ്റക്ഷനും ഡാറ്റ ട്രാൻസ്ഫോർമേഷനും. ഡിസ്ക്രീപ്പൻസി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ പൊരുത്തക്കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കുക, പിന്നെ ഡാറ്റ ട്രാൻസ്ഫോം ചെയ്യുക. ഡിസ്ക്രീപ്പൻസിയെ കുറിച്ചുള്ള പറയുന്നത് the first step in the data cleaning is to identify discrepancies. It considers the metadata awareness and examines the following rules in order to identify distinction. Metadata മനസ്സിലാക്കി എടുക്കുക, എന്നിട്ട് താഴെ പറയുന്ന പോയിന്റ്സുകളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. സ്പെസിഫിക് ഗൈഡ് ലൈൻസ്. ഈച്ച് ആട്രിബ്യൂട്ട് വാല്യൂ മസ്റ്റ് ബി ഡിസ്റ്റിങ്ക്ട് ഫ്രം ഈച്ച് അതർ ആട്രിബ്യൂട്ട് വാല്യൂ. അത് ഓരോ ആട്രിബ്യൂട്ട് വാല്യൂ പരസ്പരം ആട്രിബ്യൂട്ടുകളുടെ വാല്യൂവിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. പിന്നെ കോൺസിക്യൂട്ടീവ് ലോസ്. If there are no missing values between the variables lowest and highest value, and all values must therefore be unique. അതായത് ലോവസ്റ്റും ഹയസ്റ്റും വാല്യൂസ് എന്ന് പറയുന്നത് എല്ലാം എന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. പിന്നെ നൾ റൂൾസ്, അതായത് ഡിഫൈൻ ദി യൂസേജ് ഓഫ് ബ്ലാങ്ക്സ്, ക്വസ്റ്റ്യൻ മാർക്സ്, സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അതർ സ്ട്രിങ്സ് വിച്ച് ക്യാൻ സ്പെസിഫൈ നൾ. അങ്ങനെ എന്തെങ്കിലും വന്നാൽ ക്വസ്റ്റ്യൻ മാർക്കോ ബ്ലാങ്കോ ഒക്കെ വന്നാൽ നള്ളായിട്ട് അതിനെ കൊടുത്തു വെക്കണം. പിന്നെ ഡിസ്ക്രിപ്പൻസി ഡിറ്റക്ഷൻ ടൂൾസ് പറയുന്നു, ഒന്ന് ഡേറ്റ സ്ക്രബിംഗ് ടൂൾസും ഒന്ന് ഡേറ്റ ഓഡിറ്റിംഗ് ടൂൾസും. ഡേറ്റ സ്ക്രബിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാൽ യൂസ് സ്പെസിഫിക് ഡൊമൈൻ ഡീറ്റെയിൽസ് ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്യുക. എക്സാമ്പിൾ പോസ്റ്റ് ലെറ്റർ, സാധാരണ സയൻസ് സ്പെല്ലിംഗ് കൺട്രോൾ ഒക്കെ ഉണ്ട്. പോസ്റ്റ് ലെറ്റർസ് നമുക്ക് കൊടുക്കുമ്പോൾ അതിനൊരു ടൂള് കാണും, അല്ലെങ്കിൽ അതിന് സ്പെസിഫിക് ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ സ്പെല്ലിംഗ് കൺട്രോൾ, അങ്ങനെയുള്ള ഡേറ്റ സ്ക്രബിംഗ് ടൂൾസുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വൈരുദ്ധ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡേറ്റ ഓഡിറ്റിംഗ് ടൂൾസ്. ഡേറ്റ ഓഡിറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാല് അനലൈസ് ഡേറ്റ ടു ക്ലാസിഫൈ റൂൾസ് ആൻഡ് റിലേഷൻസ് ആൻഡ് ടു ഇവാലുവേറ്റ് ഡേറ്റ ദാറ്റ് വയലേറ്റ് ദോസ് പാരാമീറ്റേഴ്സ്. അതായത് റൂൾസും റിലേഷൻസും ഒക്കെ ക്ലാസിഫൈ ചെയ്യാനും അവ വയലേറ്റ് ചെയ്യാനും ഡേറ്റ ഇവാലുവേറ്റ് ചെയ്യാനും കഴിയുന്നതാണ് ഡേറ്റ ഓഡിറ്റിംഗ് ടൂൾസ്. പിന്നെ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ, ഡേറ്റ ക്ലീനിങ് പ്രോസസ് ആണ്. അപ്പം ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ടൂൾസുകളൊക്കെ നോക്കുക. ഇനി ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലീനിങ് പ്രോസസ്. ആഫ്റ്റർ ഐഡന്റിഫൈങ് ഇൻകൺസിസ്റ്റൻസി വി ഹാവ് ടു ഡിഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എക്സിക്യൂട്ട് കറക്റ്റ് ദം. അതായത് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഇൻകൺസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകളാണ് ETL ടൂൾസുകളൊക്കെ യൂസ് ചെയ്യാനാണ് അവിടെ പറയുന്നത്. ETL ടൂൾസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്നതല്ലേ. അപ്പൊ ETL ടൂൾസ് നോട്ട് ചെയ്താണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ടൂൾസിൽ. നെക്സ്റ്റ് വൺ പറയുന്ന ഡേറ്റ ഇന്റഗ്രേഷൻ. ഡേറ്റ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് കൂടെ ഉണ്ടല്ലോ അല്ലെ. ഡേറ്റ ഇന്റഗ്രേഷൻ മീൻസ് ഇറ്റ് ഈസ് എ മെത്തഡോളജി ദാറ്റ് കമ്പൈൻസ് ഡേറ്റ ഫ്രം വേരിയസ് പ്ലാറ്റ്ഫോംസ് ഇൻ ടു വൺ ഡിവൈസസ്. അതായത് നമ്മൾ പലയിടത്ത് കിടക്കുന്ന ഡേറ്റ ഒരു ഡിവൈസിലോട്ട് കൊണ്ടുവരികയാണല്ലോ. അപ്പം അതായത് മൾട്ടിപ്പിൾ ഹെട്രോജീനസ് സോഴ്സ് ഓഫ് ഡേറ്റ ആർ കമ്പൈൻഡ് ഇൻ ടു എ സിംഗിൾ ഡാറ്റാബേസ്. മൾട്ടിപ്പിൾ ഹെട്രോജീനസ് സോഴ്സ് കിടക്കുന്നത്, പലയിടത്തുനിന്നും വൈരുദ്ധ്യമായിട്ട് കിടക്കുന്ന ഡേറ്റ എല്ലാം കൂടെ നമ്മൾ ഒരു ഡാറ്റ സോഴ്സ് കൊണ്ടുവരുമല്ലേ. അപ്പൊ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും, അതായത് ഒന്നാക്കണം. അപ്പം ദീസ് സോഴ്സസ് വിച്ച് ഇൻക്ലൂഡ് many cubes of records, a database and flat files. This approaches of data integration is officially classified as 3 times GSM. G stands for global scheme, S stands for heterogeneous source schema, M stands for mapping between source and global schema codes. അപ്പൊ നമ്മൾ ഈ ഹെട്രോജീനസ് ഡേറ്റ എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു 3 ടേം ആദ്യമേ മനസ്സിലാക്കി വെക്കുക. GSM. There are 2 main data integration methods, solid link approach, loose connection approach എന്ന് പറഞ്ഞാല് അതായത് ടൈറ്റ് കപ്ലിങ്ങും ലൂസ് കപ്ലിങ്ങും. അതാണ് സോളിഡ് ലിങ്ക് അപ്രോച്ചും ലൂസ് കണക്ഷൻ അപ്രോച്ചും. ടൈറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാല് ഡേറ്റ ഈസ് കമ്പൈൻഡ് ടുഗദർ ഇൻ എ ഫിസിക്കൽ ലൊക്കേഷൻ. അതായത് എയിൽ കിടക്കുന്ന ഡേറ്റയും ബിയിൽ കിടക്കുന്ന ഡേറ്റയും കൂടെ നമ്മൾ സിയിലെ ഡേറ്റയിലോട്ട് കൊണ്ടുവരും. A+B സിയിലോട്ട് കൊണ്ടുവരും. അതാണ് ഡേറ്റ കപ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Data from different sources are combined in one physical location via ETL in this part, extraction, transformation and loading. അതായത് എ പ്ലസ് ബി, എയിൽ കിടക്കുന്ന ബിയിൽ കിടക്കുന്നത് സി കൊണ്ട്. ഈ ലൂസ് കപ്ലിംഗ് എന്ന് പറയുന്നതാണ്. ഇൻ ദിസ് കേസ് ഇന്റർഫേസ് വിൽ ട്രാൻസ്ലേറ്റ് ദി യൂസർ query in a source database and send the query back to the source database in order to get the answer. And the data are only available in the real source repositories. അതായത് only an interface is created and the data is combined through that interfaces and also accessed through that interfaces. അതായത് നമ്മൾ ലൂസ് കപ്ലിംഗ് എന്നതേ ഉള്ളൂ. ഡേറ്റ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇന്റർഫേസ് കൊണ്ട് ഡേറ്റ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ആ ഇന്റർഫേസ് ആക്സസ് ചെയ്യുക. അപ്പം ഡേറ്റ റിമെയിൻസ് ഇൻ ആക്ച്വൽ ഡേറ്റാബേസ് ഉണ്ട്. അപ്പൊ ഡേറ്റ ആക്ച്വൽ ഡേറ്റാബേസിൽ കാണും, പക്ഷെ ഇന്റർഫേസ് മുഖേന നമുക്ക് എടുക്കുക ആക്സസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ലൂസ് കപ്ലിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ഡേറ്റ നമുക്ക് രണ്ട് രീതിയിൽ ഇന്റഗ്രേഷൻ പ്രോസസ്സോടെ പറയുന്നുണ്ട്. ഇന്റഗ്രേഷൻ ഇഷ്യൂസ് പറയുന്നത് സ്കീമ ഇന്റഗ്രേഷൻ ആൻഡ് ഒബ്ജക്ട് മാച്ചിങ്, റിഡൻഡൻസി, ഡിറ്റക്ഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഡേറ്റ വാല്യൂ കോൺഫ്ലിക്റ്റ്. റിഡൻഡൻസി വരുന്നതും ഡിറ്റക്ഷനും റെസൊല്യൂഷനും സ്കീമ ഇന്റഗ്രേഷനും എല്ലാം അതിന്റെ ഒരു ഇഷ്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ സ്കീമ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല്, സ്കീമ ഇന്റഗ്രേഷൻ ആൻഡ് ഒബ്ജക്ട് മോഡലിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൾട്ട് ബിക്കോസ് ഇൻ ഡിഫറെന്റ് ടേബിൾസ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ക്യാൻ ഐഡന്റിഫൈ ദി സെയിം ടൈപ്പ്. This is linked to the problem of individual identity. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഡിഫറെന്റ് ടേബിൾസിന് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിന് ഐഡന്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഡിഫറെന്റ് ടേബിൾസിൽ കിടക്കുക, ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിന് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇത് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിയുടെ ഒരു പ്രോബ്ലമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മെറ്റാഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ഈ സ്കീമെ നമ്മൾ ഇന്റഗ്രേഷനിലെ എറേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നാണ് അവിടെ പറയുന്നത്. അതാണ് അവിടെ പറയുന്നത് സ്കീമ ഇന്റഗ്രേഷൻ ആൻഡ് ഒബ്ജക്ട് മോഡൽ. മെറ്റാഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്കീമയിലെ ഇന്റഗ്രേഷനിലെ എറേഴ്സുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതായത് നമുക്ക് ചിലപ്പം വേറെ ഡേറ്റാബേസ് കോഡ് എച്ച് ആൻഡ് എസ് മേ ബി ടൈപ്ഡ് ഇൻ വൺ ഡേറ്റാബേസ് 1 and 2 ഇൻ എ സെപ്പറേറ്റ് ഡേറ്റാബേസ്. അപ്പൊ നമുക്ക് അത് ഒരിടത്ത് എച്ച് എസ് വരികയും അകത്ത് 1, 2 വരികയും അപ്പൊ നമുക്ക് അതിനെ സംബന്ധിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ റിഡൻഡൻസി മീൻസ് ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ വരുന്നില്ലേ? This another issues is derived from another attribute and an attribute can be redundant. അതായത് ഇപ്പൊ നമുക്ക് ഡയമെൻഷൻസിൽ നെയിമിങ്ങിൽ വരുന്ന ഇൻകൺസിസ്റ്റൻസി റിഡൻഡൻസി കൂടാം അല്ലെ? നമ്മൾ ഓരോ ഡയമെൻഷൻ കൊടുക്കുമ്പോൾ നെയിം പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടില്ല, അങ്ങനെ വരുമ്പോൾ പോലും റിഡൻഡൻസി കൂടാം. അപ്പം നെയിമിംഗ് ഓഫ് ഡയമെൻഷൻ ഓൾസോ ആഡ് ടു റിഡൻഡൻസീസ്. കോറിലേഷൻ അനാലിസിസ് ക്യാൻ ഡിറ്റക്ട് എനി റിഡൻഡൻസി. കോറിലേഷൻ അനാലിസിസ് കുറിച്ച് നമുക്ക് റിഡൻഡൻസി റെപ്പറ്റീഷൻ ഓഫ് ഡേറ്റ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് ആണ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുക. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇൻ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ആട്രിബ്യൂട്ട്സ് എക്സ് ആൻഡ് വൈ ഇറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ന്യൂമറിക്കൽ ആട്രിബ്യൂട്ട്സ് കൊണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് അതിന്റെ ഒരു കോറിലേഷൻ അനലൈസിസ് ചെയ്യാൻ പറ്റുന്നത്. n ഈസ് നമ്പർ ഓഫ് ടപ്പിൾസ് ആണെങ്കിൽ എക്സ് ബാർ മീൻസ് വാല്യൂ ഓഫ് എക്സ് ആണ്, y bar means value of y ആണെങ്കിൽ ഡെൽറ്റ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിഡൻഡൻസി ചെക്ക് ചെയ്യാന്നാണ് പറയുന്നത്. അതായത് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇത് ഡിറൈവ് ചെയ്ത് വരുമ്പോൾ, അതായത് n നമ്പർ ഓഫ് ടപ്പിൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിഗ്മ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ n-1 ഡെൽറ്റ എ ഡെൽറ്റ ബി ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. അപ്പൊ ആ വാല്യൂ നമ്മൾ വാല്യൂ എപ്പോഴും റേഞ്ച് ചെയ്യുന്ന -1 ഇങ്ങനെ ഒരു ജനറേറ്റ് ചെയ്തെടുക്കുമ്പോൾ -1നും +1നും ഇടയ്ക്കായിരിക്കും ഒരു വാല്യൂ വരുന്നത്. അതായത് ആറിന്റെ വാല്യൂ വരുന്നത്, ആർ ഓഫ് എക്സ് വൈയുടെ വാല്യൂ വരുന്നത്. അപ്പൊ -1ൽ താഴെ വരികയാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. +1 ഡിസ്ക്രൈബ്സ് ആണെങ്കിൽ -1 ഡിസ്ക്രൈബ് ചെയ്യുന്ന നെഗറ്റീവ് കോറിലേഷനും +1 ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷനും ആയിരിക്കും. അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കും. ഇനി 0 ആണെങ്കിൽ ദർ ഇസ് നോ ലീനിയർ റിലേഷൻഷിപ്പ്, അവിടെ റിലേഷൻഷിപ്പ് ഇല്ല. അതാണ് കോറിലേഷൻ അനലൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടോ, രണ്ട് വേരിയബിൾസ് തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് കോറിലേഷൻ അനലൈസിസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. റിഡൻഡൻസി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കോറിലേഷൻ അനലൈസിസ് യൂസ് ചെയ്തുകൊണ്ട് റിഡൻഡൻസി ചെക്ക് ചെയ്യാം. അത് നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ ആർ ഓഫ് എക്സ് വൈ എക്സ് വൈ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പഠിക്കാൻ പറ്റുവാണ് ഇക്വേഷൻ പഠിച്ചത്. സിഗ്മയോ എക്സ് മൈനസ് എക്സ് ബാർ വൈ മൈനസ് വൈ ബാർ ബൈ n-1 ഇൻറ്റു ഡെൽറ്റ ഡെൽറ്റ ബി. അപ്പൊ എയും
എന്നും എക്സും വൈയും ഡെൽറ്റയും ഡെൽറ്റ ബി എന്താത്തോട്ടോ ഡെൽറ്റ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കാണിക്കുന്നത് എല്ലാം പറയുന്നത്. അപ്പൊ ഇത് വെച്ചൊരു ഒരു വാല്യൂ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 6x, y വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ -1നും +1നും ഇടയ്ക്ക് വരും. -1 ആണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും, +1 ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് കാണും. ഇനി 0 ആണെങ്കിൽ നോ റിലേഷൻഷിപ്പ്. അതാണ് ആ പാരഗ്രാഫിൽ എടുത്തു പറയുന്നത്. അപ്പൊ ആ ഒരു ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. ഡേറ്റ ട്രാൻസ്ഫോർമേഷന് ഇവിടെ പറയുന്നത് സ്മൂത്തിങ്, അഗ്രിഗേഷൻ, ഡിസ്ക്രിറ്റൈസേഷൻ, ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷൻ, ജനറലൈസേഷൻ, നോർമലൈസേഷൻ, അങ്ങനെ അത്രയും പോയിന്റ്സ് പറയുന്നുണ്ട്. ഡേറ്റ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുന്നത്. Data is transformed into data mining methods: smoothing, aggregation, discretization, attribute construction, generalization and normalization. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതായത് സ്മൂത്തിങ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ സ്മൂത്തിങ് പഠിച്ചില്ലേ, ആ ഒരു പ്രോസസ്സിനാണ് സ്മൂത്തിങ് പറയുന്നത്. ഇതിന് ഡേറ്റയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ സെറ്റ് നോയിസ് റിമൂവ് ചെയ്യുന്ന മെക്കാനിസംസ് നമ്മൾ മുമ്പ് പഠിച്ചു. അതാണ് സ്മൂത്തിങ് എന്ന് പറയുന്നത്, അല്ലെ? ബിന്ന് ബക്കറ്റ് ഒക്കെ ഇട്ട് നമ്മൾ സ്മൂത്തൻ ചെയ്തു. പിന്നെ അഗ്രിഗേഷൻ എന്ന് പറയുന്നത് ബിസിനസ് സ്കീമയുടെ അനലൈസിസ് നടത്തുന്നതിന് സമ്മറൈസ്ഡ് ഫോമിലുള്ള ഡേറ്റയെ നമ്മൾ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അഗ്രിഗേഷൻ. അതായത് സമ്മറൈസ് ചെയ്യുക. ഇത്രയും നാളെ നമ്മളതൊരു പറയുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്ന ഡേറ്റയാണ് ഏത് അഗ്രിഗേഷൻ കൊണ്ട് പറയുന്നത്. ഇനി ഡിസ്ക്രീറ്റൈസേഷൻ പറഞ്ഞ കണ്ടിന്യൂസ് ഡേറ്റയെ ഷോർട്ട് ആക്കി ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസ്ക്രീറ്റൈസേഷൻ. എല്ലാം അവിടെ സെന്റൻസ് കൊടുക്കുന്ന വായിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ അഗ്രിഗേഷൻ എന്ന് പറഞ്ഞ ഇപ്പൊ റവന്യൂ ക്യാൻ ബി അഗ്രിഗേറ്റഡ് ടു കാൽക്കുലേറ്റ് മന്ത്ലി ആൻഡ് ആനുവൽ ഇൻകം, അല്ലെ? നമുക്കൊരു റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, മന്ത്ലി അല്ലെ ആനുവലിന്റെ ടോട്ടലും വെച്ചുകൊണ്ട് റവന്യൂ നമുക്ക് ഒരു വർഷത്തെ വരുമാനം നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അഗ്രിഗേഷൻ പ്രോസസ്സ്. ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡേറ്റയെ നമ്മൾ ഷോർട്ട് ആക്കി കാണിക്കുന്നതിനെയാണ് ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷൻ, ജനറലൈസേഷൻ, നോർമലൈസേഷൻ, അതുകൂടെ പറഞ്ഞാലേ ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.